നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ജംസ് മിഠായിയുടെ ഒരു പരസ്യം മുമ്പുണ്ടായിരുന്നു. ജംസ് മിഠായി കൊണ്ട് ഒരു ശില്പം. ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കി ഒരാൾ അതിലൊരു മിഠായി വലിച്ചെടുക്കുന്നു. മറ്റുള്ളവർ കണ്ടെന്ന് മനസ്സിലായപ്പോൾ അത് താഴെയിട്ട് രക്ഷപ്പെടാനും ശ്രമിച്ചു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ആ ശില്പം ഒന്നാകെ ഊർന്ന് താഴെ വീണു. ഇതേ അവസ്ഥയിലാണ് കോൺഗ്രസും കോൺഗ്രസിലെ ഒരു യുവ നേതാവും. ഒന്നിനു പിറകെ ഒന്നായി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ച് കോൺഗ്രസ് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചു. പിന്നെയും വരുന്നു ചാറ്റായി, വോയിസായി. നേരിട്ടും വന്നു ഒരു ട്രാൻസ്ജെൻഡർ യുവതി. ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 ചാനലിലും ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യനുമെതിരെ ഗൂഢാലോചന ആരോപിച്ച് രക്ഷപ്പെടാനും ശ്രമിച്ചു. ട്രാൻസ്ജെൻഡർ യുവതി തന്നെ നേരിൽ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതത്രയും പച്ചക്കള്ളമാണെന്ന് പറഞ്ഞതോടെ അതും പൊളിഞ്ഞു. ഒടുവിൽ മാനം രക്ഷിക്കാനായി കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അപ്പോഴും MLA സ്ഥാനം രാജിവെപ്പിക്കാൻ തയ്യാറായിട്ടില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നതാണ് കോൺഗ്രസിനെ പിൻവലിപ്പിക്കുന്ന പ്രധാന പേടി എന്നത് വ്യക്തമാണ്. പക്ഷേ അത് പറയാനും കോൺഗ്രസ്സുകാർക്ക് വയ്യ. കോൺഗ്രസിന് വേണ്ടാത്ത MLAയെ പാലക്കാട്ടുകാർ ചുമക്കണം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കോൺഗ്രസിന് വേണ്ടാത്ത MLAയെ പാലക്കാട്ടുകാർ ചുമക്കണോ? ബാലേന്ദ്രനാണ്, ഉത്തർപ്രദേശിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനമൊക്കെ രാജിവെപ്പിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തു. അപ്പോഴും പാലക്കാട്ടെ MLA ആയി തുടരുകയാണ്. പാർട്ടിക്ക് വേണ്ടാത്ത നേതാവ്, പക്ഷേ പാലക്കാട്ടുകാർ ചുമന്നോണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഞാനത് ഇവരുടെ കാര്യം ഭയങ്കര തമാശയായിട്ടാണ് തോന്നുന്നത്. എനിക്ക് കുറച്ച് സമയം തരണം. പറഞ്ഞോളൂ, വേഗത്തിൽ പറയണം, മറ്റുള്ളവർക്ക് കൂടെ സമയം കൊടുക്കേണ്ടതാണ്. വേഗത്തിൽ പറയായിക്കോട്ടെ. എന്താ ഇതൊരു നാടക കമ്പനിയാണ്. അവര് പല നാടകങ്ങളും കളിക്കും. ഒന്നാമത് കോൺഗ്രസിനെ നശിപ്പിക്കണതിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പങ്കുമില്ല. ആ പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെ മനഃപൂർവ്വം. അതിന് ഞാൻ നിങ്ങളെ പത്രപ്രവർത്തകർ ഞാൻ അതിൽ ലേശം കുഴപ്പം പറയൂട്ടോ. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് അടക്കം ന്യൂസ് തരുന്നത് ഇവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു ചാരം തന്നെ ആവും, അല്ലാതെ വേറെ ആരും ആവില്ല, വേറൊരു പാർട്ടിക്കാരും ആവില്ല. മാധ്യമങ്ങൾക്ക് നല്ല എതിർ പാർട്ടിക്കാർക്കും എവിടേക്കും കോടതിയിലേക്കും എല്ലാവർക്കും ന്യൂസ് എത്തിച്ചു കൊടുക്കുക ഇവരുടെ ചാരന്മാർ തന്നെയാണ്. അത് എല്ലാ പാർട്ടിയിലും അങ്ങനെയല്ലേ? സാധാരണ ഇതിൽ പാർട്ടികളുടെ രഹസ്യങ്ങളൊക്കെ അതേ പാർട്ടിക്കാർ തന്നെയാണ് പലപ്പോഴും പുറത്തു വിടുന്നത്. മറ്റു പാർട്ടിക്കാർ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം പാർട്ടിയിൽ നിന്നാണ് ഇത്തരം രഹസ്യങ്ങളൊക്കെ എപ്പോഴും പുറത്തു വരുന്നത്. സ്വാഭാവികം. അതുണ്ടാവും. ഇത്രത്തോളം അധികാരം പടർന്ന് പന്തലിച്ച പ്രസ്ഥാനമാണിത്. അധികാരമോഹികള്. ഇതിപ്പോ ഏറ്റവും കൂടുതൽ ഇതിൽ പങ്കാളികളായിട്ടുള്ള ആൾക്കാർ കംപ്ലീറ്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ നേതൃനിരയിലേക്കോ വരെ ആഗ്രഹമൊത്ത് പറ്റാതിരിക്കുന്ന ആളുകളുടെ നല്ല കയ്യതിലുണ്ട്. ഒന്നാമത്തെ ഇപ്പോഴത്തെ ഈ തലമുറ, ഈ രാഹുൽ മാങ്കൂട്ടാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഇതുപോലെ കുറെ ആളുകൾ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയക്കാരാണ്. അതിൽ പല കേസുകളിലും വലിയ വലിയ നേതാക്കന്മാരുടെ പല രഹസ്യങ്ങളും ഇവർക്ക് അറിയാം. ആ രഹസ്യങ്ങൾ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അത് താങ്കൾക്ക് ആരോപണമായി ഉന്നയിക്കാം. അതിനപ്പുറത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. ഞാൻ കണ്ട കോൺഗ്രസ് രാഷ്ട്രീയം ഒരുവിധം അങ്ങനെ തന്നെയാണ്. മെയിൻ വലിയ വലിയ നേതാക്കന്മാരെ പൂട്ടിയിട്ടിട്ട്, ശരിക്കും കത്തിരെ പൂട്ടിയിട്ടിട്ട് അനങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ഇമാതിരി സാധനങ്ങളൊക്കെ പുറത്താക്കണം. ഇമാതിരി ഒരു യുവ നേതാവ് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ പാർട്ടിക്ക് വേണ്ട, പാർട്ടി സസ്പെൻഡ് ചെയ്തു, തെറ്റുകാരനാണെന്ന് പാർട്ടി കണ്ടെത്തിയത് കൊണ്ടായിരിക്കുമല്ലോ സസ്പെൻഡ് ചെയ്തത്. എന്തായാലും പാർട്ടിക്ക് വേണ്ട, യൂത്ത് കോൺഗ്രസിനും വേണ്ട, പക്ഷേ പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ MLA ആയി തന്നെ നിലനിർത്തണം. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഈ നിലപാടിനോട് എന്താണ് പ്രതികരണം? അതായത് ഇരയുമായി വ്യക്തി വീഡിയോ കോളിലൂടെ സംഭാഷണം നടത്തി തെറ്റ് ചെയ്യുന്ന ഒറ്റ നിഗമനം നമ്മൾ എല്ലാ ചാനൽസിലും കണ്ടതാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രൂഫ്. ഇനി മറ്റു സ്ത്രീകളും മൂന്നാം ജെൻഡർ, അതായത് ട്രാൻസ് വുമനോടും അദ്ദേഹം തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവ് എന്തായാലും ഹാജരാക്കേണ്ടി വരും. സൈബർ സെല്ലിന്റെ ഇതിലോ അല്ലെങ്കിൽ വരാം. അപ്പൊ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി മാതൃക കാട്ടണം. ഒന്നാമത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ
ഇപ്പം പിന്നെ ശക്തമായ ഒരു എല്ലാം കൊണ്ടും, അതായത് മഹാരഥന്മാരും ഉള്ളതും ഭരണം കൈയാളുന്ന നല്ല മാന്യ വ്യക്തിമാർ ചേർന്നതാണ് കോൺഗ്രസിൽ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ക്ലിയറുള്ള 99% ആളുണ്ട്. അപ്പോൾ ഇനി ചിലരുടെ പ്രേരണയാലും വ്യക്തിവിരോധത്തും മറ്റും പാർട്ടിയിലൂടെയും തന്ത്രപരമായ തേജോപതത്തിലൂടെ പ്രതികാരം തീർക്കാൻ ചെയ്ത തെറ്റാണെങ്കിൽ അതിന് മുതിർന്നവർ പിന്നീട് ചതിവ് നടത്തി എന്ന കാരണം കൊണ്ട് അവർ പാശ്ചാത്തപിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും മെന്റൽ ഡിസീസും സൈക്കോളജിക്കൽ പ്രോബ്ലം അവർക്ക് വരും. അത് തെറ്റ് പിന്നീട് ആരെങ്കിലും പ്രേരണ ഏതും പാർട്ടിക്കാരന്റെയോ അല്ലെ വ്യക്തി വൈരാഗ്യമോ അല്ലെ ഇതിൽ തന്നെയാണ്. അപ്പം ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന് പറഞ്ഞ പോലെ സത്യം തന്നെ വരും. പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഇനി ഉയരണ്ടിക്കൽ ഇനി ഇലക്ഷനിൽ നല്ല വോട്ടും കിട്ടണ്ടിക്കൽ MLA സ്ഥാനം ദയവ് ചെയ്ത് ഇപ്പം തന്നെ പിന്നെ ആ വ്യക്തിനെ തെറ്റായാലും ശരിയായാലും ഒരു തെറ്റ് തെളിഞ്ഞു ആ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലണമെന്ന് പറഞ്ഞത് നീചമായ ഒരു നല്ല മെന്റാലിറ്റി അല്ല അത്. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നല്ല മനുഷ്യനാകണമെങ്കിൽ എന്താ പറയാ, നമുക്ക് വളർത്താപ്പ ഇനി ഞാൻ ജീവിത പങ്കാളിയാക്കണം അതല്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിത പങ്കാളിയാക്കണം എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. ഗിരിജയാണ് എറണാകുളത്ത് നിന്നും. ശ്രീമതി ഗിരിജ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ അതോ ഇപ്പോഴത്തെ നില തുടർന്നാൽ മതിയോ? ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുലിന് എതിരെയുള്ള എന്ത് പരാതിയാണ് സാർ ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിലുള്ളത്? പോലീസ് സ്റ്റേഷനിലല്ല പരാതി ഉള്ളത്. ഒരു സ്ത്രീ വന്ന് പറയുന്നു, അവർ രാഹുലിന്റെ പേര് പറഞ്ഞില്ല, പക്ഷേ രാഹുലാണെന്ന് വ്യക്തമായിരുന്നു. മറ്റ് ഒരു ട്രാൻസ്ജെൻഡർ യുവതി ഞങ്ങളുടെ ചാനലിലൂടെ തന്നെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞു തന്നെയാണ് പരാതി ഉന്നയിച്ചത്. ശരി, ഇവിടുത്തെ ചാനലാണോ സാറേ ഈ ഇവിടുത്തെ നിയമങ്ങൾ കൊണ്ടുനടക്കുന്നത്? ചാനലാണോ എന്ന് ചോദിച്ചാൽ എത്രയോ വാർത്തകൾ ഈ മന്ത്രിമാർക്കെതിരെയുള്ള അഴിമതി വാർത്തകളും മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങളും ഒക്കെ മാധ്യമങ്ങളിലൂടെ അല്ലേ പുറത്തു വരുന്നത്? അവർ എല്ലാവരും കേസിന് പോകാറുണ്ടോ? മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന എത്രയോ വാർത്തകളുടെ പേരിൽ ആളുകൾ രാജിവെക്കുകയും ഇതൊക്കെ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കേസായതിനു ശേഷം മാത്രമാണോ ചെയ്യുന്നത്? അത് കേസ് വേണമെന്നേ. ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ചു പേര് വന്ന് ശബ്ദം മാത്രം കേൾപ്പിക്കുന്നു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇന്നത് ചെയ്തു അത് ചെയ്തു പറയുമ്പോ അപ്പൊ തന്നെ ശബ്ദം മാത്രം കേൾപ്പിച്ചല്ല, ഞങ്ങളുടെ ചാനലിലൂടെ വന്ന് അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ മുഖം കാണിച്ച് ലൈവായി തന്നെയാണ് അവർ ആരോപണം ഉന്നയിച്ചത്. ശരി, അത് അവന്തിക എന്താ പറഞ്ഞത് അവസാനം? ചേട്ടനെ പൂട്ടാൻ വേണ്ടി ഇവിടെ ആളുകൾ അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് അവന്തിക കൃത്യമായി പറഞ്ഞില്ലേ? ആദ്യം വിളിക്കുമ്പോൾ അവന്തിക പറഞ്ഞു എനിക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ അവന്തിക കൃത്യമായി പറഞ്ഞു, ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് ഞാൻ പരാതി പറയാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് പരാതി ഞാൻ തന്നെയാണ് ഇങ്ങോട്ട് വിളിച്ച് പരാതി ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതെന്നും അവർ തന്നെ പറഞ്ഞല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞില്ല എന്ന് പറയുമ്പോ അവരെ കൊണ്ട് പറയിപ്പിച്ചു? ഞാൻ ചോദിച്ചത് ഈ BJPയുടെ നേതാവിന്റെ അടുത്ത് എന്നാണ് ചോദിച്ചിട്ടാണ്. അപ്പൊ ഇത് പോലീസ് സ്റ്റേഷനല്ലേ കൊടുക്കേണ്ടത്? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? അവരെ BJPയുടെ നേതാവിന്റെ അടുത്ത് പോകുന്നോ കോൺഗ്രസ് നേതാവിന്റെ അടുത്ത് പോകണമെന്നൊക്കെയുള്ള ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമല്ലേ? ഒന്ന് പറയട്ടെ, ഒരു വന്ധ്യവയോധികനായ ഒരു ഉമ്മൻചാണ്ടിനെ 5 വർഷക്കാലം എന്തുമാത്രം ഇവര് സെക്രട്ടേറിയറ്റിൽ വരെ ലക്ഷക്കണക്കിന് ആളുകളെയും കൊണ്ട് ചെന്ന് എന്തെല്ലാം കോഷ്ടി കാണിച്ചു. അദ്ദേഹം രാജിവെച്ചില്ല. അവസാനം എന്തായിരുന്നു അതിന്റെ റിസൾട്ട്? എന്തായിരുന്നു സാർ? ഒരു വന്ധ്യവയോധികനെ പോലും വെറുതെ വിടാൻ അവര് കഴിഞ്ഞവർക്ക്. എന്നിട്ട് ആ മനുഷ്യനെ എങ്ങനെ കൊന്നു ഇല്ലേ? അപ്പൊ ഇതിന് സത്യം പുറത്തു വരണമെങ്കിൽ പോലീസ് അന്വേഷിക്കണം, തെളിവുകൾ കൊടുക്കണം. അവര് പുറത്തേക്ക് വരണ്ട, പോലീസ് സ്റ്റേഷനിൽ ഇതെങ്കിലും കൊടുക്കണ്ടേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഇത്രയേറെ ആരോപണങ്ങൾ നേരിടുമ്പോൾ എനിക്കെതിരെ വ്യാജ ആരോപണങ്ങളാണ് ഇവരൊക്കെ ഉന്നയിക്കുന്നത്, ഇവർക്കെതിരെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പരാതി കൊടുത്ത് അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ തൻ്റെ നിഷ്കളങ്കത്വം ഉണ്ടെങ്കിൽ തൻ്റെ സത്യസന്ധത ഉണ്ടെങ്കിൽ ആ സത്യസന്ധത തെളിയിക്കാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇത് കൊണ്ടുവന്ന ആൾക്കാരല്ലേ അത് തെളിയിക്കേണ്ടത്? അല്ലാണ്ട് അവർക്ക് നിയമപരമായി പോകേണ്ടതില്ല. അവരെല്ലാം പറഞ്ഞെന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു യുവ നേതാവ് ഇങ്ങനെ ആവരുത്, അവൻ നന്നാവണമെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, പലരും പറയും, പല നേതാക്കളും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെയുള്ള MLA ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടായിരിക്കും. വോട്ട് ചെയ്തത് കോൺഗ്രസ്സുകാരാ, അവര് പറയട്ടെ. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി എന്തിനാണ് പിന്നെ സസ്പെൻഡ് ചെയ്തത് രാഹുലിനെ സസ്പെൻഡ് ചെയ്തത്? ഒരു സാധാരണ ഒരു ഫസ്റ്റ് ഒരു ഇത് എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഒന്നും അനങ്ങാതിരിക്കും. എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത്? അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത്. അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ മോശക്കാരനാണ്, കോൺഗ്രസ് പാർട്ടി അംഗമായി തുടരാൻ മോശക്കാരനാണ്, പക്ഷെ പാലക്കാട്ടെ MLA ആയി ഇരിക്കാൻ മോശക്കാരനാണോ? അങ്ങനെയാണോ? തെരഞ്ഞെടുത്തതാണ് ആ ജനങ്ങൾ തെരഞ്ഞെടുത്തെങ്കിൽ യൂത്ത് കോൺഗ്രസുകാർ തന്നെ തെരഞ്ഞെടുത്തല്ലേ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട്? തക്കതായിട്ടുള്ള തെളിവ് വേണം. ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് അപ്പൊ ഒരു തെളിവുമില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്? ഞാൻ നാളെ ഒരു ചാനലിൽ വന്ന് ഞാൻ സാറിനെതിരെ 2-3 ഇത് പറയാം. സാറ് എന്ത് പറയും? എനിക്ക് കേസെടുക്കോ കേസെടുക്കോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ചാനലിൽ വന്ന് എനിക്കെതിരെ പറഞ്ഞാലും സ്വാഭാവികമായും ആരോപണം വന്നാൽ ആരോപണം തെറ്റാണെന്ന് ഞാൻ തെളിയിക്കേണ്ടി വരും. ഈ
റിപ്പോർട്ടർ ചാനലാണ് ഇതെല്ലാം ഈ പുറത്തു കൊണ്ടുവന്ന് ഇത്ര അലമ്പാക്കി കളഞ്ഞത്. അവരെന്ന് വെച്ചാൽ 2 പാർട്ടിക്കാരതിലുണ്ട്. അവരുടെ പാർട്ടി ഒന്നല്ല ഈ അവന്തികയുടെ വാർത്ത പുറത്തു കൊണ്ട് ഇതിനകത്ത് മുഖമുള്ള ഒരാളുടെ പരാതി ഒന്ന് ദയവായി കേൾക്കൂ ഗിരിജ. മുഖമുള്ള ഒരാളുടെ പരാതി, മറ്റൊന്നും മുഖമില്ലാത്തതുകൊണ്ട് പരാതി തെറ്റാണെന്ന് ശരിയാണെന്ന് എനിക്കറിയില്ല. മുഖമുള്ള ഒരാളുടെ പരാതി നേരിട്ട് ചാനലിലൂടെ വന്ന് ന്യൂസ് 18 ചാനലാണ് പുറത്തുവിട്ടത്. അവന്തികയുടെ പരാതി, അവന്തിക ലൈവായി വന്നാണ് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞത്. അത് ഒരു നാണം കെട്ട അനുഭവമാണ്. കേരളത്തിൽ ഒരു പൊതുപ്രവർത്തനം, അത് ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ആരായാലും അങ്ങനെ ഒരാൾ ഒരു ട്രാൻസ്ജെൻഡർ യുവതിയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവന്തികയെ എന്നെ നാണം കെടുത്തിയെന്ന് പറഞ്ഞ് രാഹുലിനും കേസ് കൊടുത്തുകൂടെ? ഈ 5 വർഷം ഈ സരിതയും കൊണ്ട് നടന്നിട്ട് ഇവരെന്ത് നേടി? ആ കേസുകളൊക്കെ എപ്പോഴും നിൽക്കുകയല്ലേ? അതുപോലെ ഒരു കേസ് തന്നെയാണ് ഇത്. അവര് പറയണ്ടല്ലോ എന്നെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, നല്ലൊരു സുഹൃത്താണ് എന്നെല്ലാം അവര് പറയണ്ടല്ലോ. ഈ 1-ാം തീയതി പറഞ്ഞത് 10-20 ദിവസം കൊണ്ടാണോ ഇവരോട് ഇതൊക്കെ പറഞ്ഞത്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം ഇലക്ഷനുള്ള പരിപാടിയാ. അപ്പൊ ഈ ഇലക്ഷൻ പരിപാടിക്കൊക്കെ എന്തിനാണ് കോൺഗ്രസ് നിന്നു കൊടുക്കുന്നത്? അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനും പാർട്ടിയും സസ്പെൻഡ് ചെയ്യാനും ഒക്കെ എന്തിനാണ് തയ്യാറാകുന്നത്? കോൺഗ്രസിലെ വനിതാ നേതാക്കളൊക്കെ വന്ന്, ഷാനിമോൾ ഉസ്മാൻ വന്ന് പറയുന്നു, ഉമാ തോമസ് എന്ന് പറയുന്നു, ഇവരൊക്കെ എന്താണ്? ഇവർക്കൊന്നും മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാർക്ക് പറ്റും ഇവരെ പോലെയുള്ളവർ ഇതിൽ ഇരിക്കുമ്പോണ്ടല്ലോ. ഇന്നൊരു CPM-ന്റെ ഒരു നേതാവോ ഒരു പെൺ നേതാവോ വന്ന് പറയോ അവരുടെ ഒരു സംഭവം ഉണ്ടായി? എന്താ മുകേഷിന്റെ കാര്യത്തിൽ അവിടുത്തെ തീരുമാനം? ആദ്യം അന്വേഷണം പറ്റിയെന്ന്, അല്ലാണ്ട് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കയറാൻ പറ്റുമോ? അത് കാരണം അവിടെ നിൽക്കട്ടെ, പോലീസിന്റെ അന്വേഷണം പറ്റുമെന്നല്ല അവര് പറഞ്ഞത്. അതല്ലേ പറഞ്ഞത്? ഞങ്ങളിപ്പോ അവരുടെ രാഹുലിനെ അപ്പൊ ഒരു കാര്യം ഗിരിജ, അതിൽ ഏറ്റവും നല്ലത് ആദ്യം കോൺഗ്രസ് പാർട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തൂ, നിങ്ങൾ തെറ്റൊന്നുമില്ല, അങ്ങനെ ഒരാളെ നിങ്ങൾ സംരക്ഷിക്കൂ എന്ന് പറയൂ, അല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പൊ BJP-യുടെ കൂടെ ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാ, ഞാനൊരു കോൺഗ്രസും അല്ല. ഞാൻ ഇനി ഇപ്പൊ BJP-യിലേക്ക് പോകണമെന്ന് തന്നെ തീരുമാനിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി BJP-യിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ BJP-യുടെ കൂടെ പോകുന്നത് എന്തിനാണ്? BJP-ക്കും സമാനമായ രീതിയിൽ BJP നേതാക്കൾ പല സംസ്ഥാനങ്ങളിലായി മന്ത്രിമാരും കേന്ദ്ര സമിതിയിലൊക്കെ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന ആളുകളൊക്കെ ഇരിക്കുന്ന പാർട്ടിയാണത്. ഞാൻ ചോദിക്കട്ടെ, ഇല്ലല്ലോ, നമ്മൾ ഇനി അങ്ങോട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, സ്വർണ്ണ മെഡൽ മേടിച്ച ഈ ലോകത്ത് പോയി ഈ ഇതില് സ്വർണ്ണ മെഡൽ മേടിച്ച കായിക താരങ്ങള് ഡൽഹി സമരം ചെയ്തല്ലോ, എന്തിനാത്? അതെന്തായിരുന്നു അതിന്റെ തീരുമാനം? അത് തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇവിടുത്തെ ഞാൻ ചോദിച്ചിട്ട്, ഞാൻ രാഹുലിന്റെ കൂടെ നിൽക്കല്ല. ഇവിടെ ഒരു നിയമം വേണം. തക്കതായി ആഭ്യന്തര വകുപ്പ് ഇവിടെ ഉണർന്ന് പ്രവർത്തിച്ച പെണ്ണുങ്ങൾ എല്ലാം ചെന്ന് അവിടെ ചെന്ന് പറയും. അവരവിടെ ചെന്ന് പറഞ്ഞാൽ അവർക്ക് നീതി കിട്ടില്ലെന്നേ. ശരി, ഓക്കെ, ശരി ശ്രീമതി ഗിരിജ. നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക്. ശ്രീ സുധീറാണ്, തൃത്താലയിൽ നിന്നാണ്. ശ്രീ സുധീർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനാണ്, പക്ഷേ പാർട്ടിയുടെ അംഗത്വത്തിൽ തുടരാൻ യോഗ്യനല്ല എന്നൊരു പാർട്ടി തീരുമാനിച്ചാൽ എന്താണ് താങ്കൾക്ക് അതിൽ അഭിപ്രായം? അതൊരു വിഡ്ഢിത്തരം. പാർട്ടിയിലേക്ക് അവർക്ക് പറ്റില്ല. പാർട്ടിയിലേക്ക് അവർക്ക് സംഘടനായിട്ട് ഇയാൾ കൊള്ളാടുത്ത ആളും ഇവിടെ പൊതുജനങ്ങൾ ഭരിക്കട്ടെ, ഇയാള് MLA ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ളതിന്. പിന്നെ ഇവര് പറയുന്നത് തെളിവുണ്ട്. ഇവര് പിന്നെ ഫോൺ സംഭാഷണം ഉണ്ടല്ലോ, ഇവര് വോയിസ് ഉണ്ടല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാം ഇവർ പറയണില്ലല്ലോ. ഇവരൊരു ഉചിതമായ നടപടി, ഇത് ഏത് പാർട്ടിക്കാരും ചെയ്യാത്തൊരു ഉചിതമായ നടപടിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇയാളെ സസ്പെൻഡ് ചെയ്ത് പറഞ്ഞിട്ട് എന്തിനാർക്ക്? ഇവരെ പാർട്ടിയിൽ മൂപ്പര് സ്ഥാനം നേടുക ഇതൊന്നും ജനങ്ങൾക്ക് ഇഷ്ടമല്ല, പുറത്ത് സാധാരണ ജനങ്ങൾക്ക്. പിന്നെ ഇവര് മുകേഷിന്റെ കാര്യം പറയുന്നുണ്ട്. മുകേഷിന്റെ കാര്യം ആരോപണം ഒരു സ്ത്രീ പിന്നെ പറഞ്ഞു 9 വർഷമുള്ളതാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതുപോലെ ഒരു വോയിസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും. മുകേഷിന് ഇതിനേക്കാളും ഗൗരവമാണ് അത്. അങ്ങനെ പറയരുത് താങ്കൾ. ശ്രീ സുധീർ, മുകേഷിനെതിരെ പരാതി പറയാൻ പേര് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് ഇതിനേക്കാളും ഗൗരവമുള്ള ആരോപണമാണ് ഉന്നയിക്കുകയും ചെയ്തത്. അത് അങ്ങനെ മുകേഷിനെ കൊണ്ട് ആരും ആരോപണം വന്നു ഇല്ല എന്നും പറഞ്ഞത് ഇല്ല. ആ സ്ത്രീയുടെ ഇന്നത്തെ അവസ്ഥ, ആ സ്ത്രീയുടെ ഇന്നത്തെ അവസ്ഥയെ അങ്ങനെ നോക്കിയല്ലോ ഒരു പരാതി സ്വീകരിക്കുന്നത്. അവര് ഒരു ബന്ധുവിനെ അതവിടെ നിൽക്കട്ടെ സുധീർ. അതുകൊണ്ട് ഒരാൾ മറ്റു തെറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട സ്ത്രീ ആയിക്കോട്ടെ, മോശപ്പെട്ട സ്ത്രീ അവരോട് മറ്റൊരാൾ മോശപ്പെട്ട രീതിയിൽ പെരുമാറിയെന്ന് പറഞ്ഞാൽ ആ പരാതി കേസല്ലാതിരിക്കുമോ? അതിൽ കാര്യമൊന്നുമില്ല. അതല്ല, ഇയാളെന്താ നടന്ന് താങ്കൾ ഈ മുകേഷിനെ വെച്ച് ന്യായീകരിക്കാൻ നിന്നാൽ രണ്ടുപേരും നാറുന്ന അവസ്ഥ വരും. ഇവര് രാഷ്ട്രീയമായി പറയണത് അങ്ങനെ, മുകേഷിന്റെ കാര്യം പറയണേ. സ്വാഭാവികമായി പറയില്ലേ? മുകേഷിനെതിരെ ആരോപണം വന്നിട്ട് മുകേഷ് രാജിവെക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി പറയില്ലേ? ആരോപണം ആർക്കും എതിരും പറയാം. അപ്പൊ അതിന്റെ തെളിവ് അങ്ങനെ അവർക്ക് പറഞ്ഞൂടെ? ഇതിന് രാഹുലിനെതിരെ ആരോപണം മാത്രമാണെന്ന് അവർക്കും പറഞ്ഞൂടെ? ഇതിനകത്ത് പോലീസ് സ്റ്റേഷനിൽ ആരും പരാതി കൊടുത്തിട്ടില്ല, അത് അവർക്ക് പറഞ്ഞൂടെ? രാഹുൽ സംസാരിക്കുന്ന ഓഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ കാട്ടുന്നില്ല, നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ? അതെന്താ പറയാത്ത? ശ്രീ സുധീർ, താങ്കൾക്ക് ഈ രാജ്യത്തെ നിയമത്തെ കുറിച്ച് അജ്ഞനായതുകൊണ്ടല്ല, താങ്കൾ
ആവശ്യമില്ലാതെ എനിക്ക് തോന്നുന്നു താങ്കൾ മുകേഷിനെ നാണം കെടുത്താൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. മുകേഷിനെതിരെ പരാതി കൊടുക്കാൻ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവർ പരാതി കൊടുത്തതാണ്. ആ മുകേഷിനെ പിന്നെ എങ്ങനെയാണ് താങ്കൾ ന്യായീകരിക്കുന്നത്? ആ സ്ത്രീ മോശക്കാരിയാണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. ഞാൻ അതല്ല പറയുന്നത്. ഇയാള് സീരിയൽ കില്ലർ പോലെയാണ് എന്ത് സെക്സ് ചെയ്യണത്, എന്ത് പലൂരിനേറ്റു പ്രലോഭിച്ചിട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഇത് പുറത്തു വരില്ലേ? അതാ പറയണേ. അതൊക്കെ പറയാം, അതിന് പറഞ്ഞു വേണ്ട. മുകേഷ് അങ്ങനെ ചെയ്ത ഇങ്ങനെ അല്ല എന്നൊന്നും പറയരുത്. മുകേഷ് അങ്ങനെ ചെയ്തത് അങ്ങനെ അല്ല പറയണേ. അപ്പൊ ഇതെന്താ ഇവിടെ താനിരയിലുണ്ട് മുകേഷിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതിനടുത്ത് അഴകിക്കളയാ. ഇത് ഗൗരവം. അത് സ്വാഭാവികമല്ലേ സുധീർ? ഒരു പാർട്ടിക്കാർ ഒരു അഴിമതി ആരോപണത്തിന് പേര് ഒരാൾ രാജിവെക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൾ രാജിവെച്ചില്ലേ എന്ന് അവർ ചോദിക്കില്ലേ? ഞങ്ങളുടെ ആളല്ല. ഇപ്പൊ ഇവര് പറഞ്ഞ മുകേഷ് പറഞ്ഞു. ഇപ്പൊ അതിനോട് മിനിസ്റ്റർ MLA ജയിലിൽ കിടത്തില്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നല്ലേ സാധാരണക്കാരായ ജനങ്ങൾ എന്ത് വേണം? ഞാൻ പറഞ്ഞപ്പോ വിൻസെന്റ് MLA രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇതല്ല. ഇതല്ല, ഇത് ഒരാളല്ല, ഇത് പലയാണ്. 8-9 ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അതൊരു ഗൗരവമായുള്ള കാര്യങ്ങളാണ്. അതാണ് പറയുന്നത്. മറ്റേത് ഗൗരവമല്ല, ഇത് മാത്രം ഗൗരവം എന്ന് പറയാൻ കഴിയും. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യങ്ങളുണ്ടാവും. അതിൽ ശരി തെറ്റുണ്ടാകട്ടെ, രാജിവെക്കട്ടെ, അതിൽ ശരി തെറ്റുള്ള കാര്യങ്ങളുണ്ടാവും. ശരി, ഓക്കെ. സുധീർ, താങ്കൾ ഒരു ന്യായം പറയുമ്പോൾ ആ ന്യായമായി പറയണം. ഇതിനെ എതിർത്തൊക്കെ പറയാം, പക്ഷേ മറ്റേതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ശ്രീ പി രാജീവനാണ് തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ പി രാജീവൻ MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ്, പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ തലപ്പത്തോ മെമ്പർഷിപ്പിലോ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് ഒരു പാർട്ടി തീരുമാനിക്കുന്നു. അത് എന്ത് തരം ലോജിക്കാണ്? പ്രജീവനാണ്, ക്ഷമിക്കണം, ഞാൻ പി രാജീവൻ എന്ന് വായിച്ചത് തെറ്റി വായിച്ചാണ്. ശരി പ്രജീവൻ, പറയൂ. ഹലോ, നമസ്കാരം പ്രജീവൻ, പറയൂ. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, MLA സ്ഥാനം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും അടുത്ത ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. അബ്ദുൽ കരീമാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ അബ്ദുൽ കരീം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് പറ്റില്ല, പക്ഷേ പാലക്കാട്ടെ MLA സ്ഥാനത്ത് പറ്റും എന്നൊരു പാർട്ടി തീരുമാനിക്കുകയാണ്. എന്താണ് അതിനോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും എന്റെ അഭിപ്രായം അത് തന്നെയാണ്. സാധാരണക്കാരെ കോൺഗ്രസുകാർക്ക് രാഹുലിന് വേണം. പിന്നെ ജനപിന്തുണയില്ലാത്ത കുറച്ച് നേതാക്കന്മാര് അത് പിന്നെ അവരങ്ങനെ തന്നെ ആയിരിക്കും. രാഹുലിനെതിരെ വന്ന ആരോപണങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്നതല്ലേ? എന്ത് ആരോപണം? ഇതിന്റെ മുമ്പ് പി ശശിക്ക് വന്നിട്ടുണ്ട്, പാലക്കാട് ശശിക്ക് വന്നിട്ടുണ്ട്, മുകേഷിന് വന്നിട്ടുണ്ട്. അന്നൊന്നും പിന്നെ സൈബർ കമ്മികളും ന്യൂസ് 18 ഇത്ര പടവെട്ടുന്നത് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ മുകേഷിനെതിരെ ആരോപണം വന്ന ആരോപണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലടക്കം കൊടുത്തത് അന്നും ന്യൂസ് 18 ഒരു മിനിറ്റ് അബ്ദുൽ കരീം, താങ്കൾ അങ്ങനെ പറഞ്ഞു പോകാതെ ഒരു മിനിറ്റ് പറയട്ടെ. മുകേഷിനെതിരെ ആരോപണം വന്നപ്പോൾ ആ ആരോപണം ഉന്നയിച്ച സ്ത്രീ പരാതി ഉന്നയിച്ചത് ന്യൂസ് 18 വന്നാണ് പരാതി ഉന്നയിച്ചത്. ന്യൂസ് 18 ലൈവായി തന്നെ അവരുടെ പരാതി നൽകിയതാണ്. ഇപ്പോഴും ഞങ്ങളുടെ യൂട്യൂബിൽ ആ പരാതി കിടപ്പുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവന്തിക പരാതി പറയുമ്പോഴും അതും ആദ്യമായി ലൈവായി വന്ന് ഉന്നയിച്ചത് ന്യൂസ് 18 ആ പരാതിയും ഇപ്പോഴും ന്യൂസ് 18 യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ രണ്ട് പരാതിയും കിടപ്പുണ്ട്. അല്ലാതെ അവിടെ ചെയ്തില്ല ഇവിടെ ചെയ്തു എന്നും താങ്കൾ പറയുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. മാത്രമുള്ളായിരുന്നു ആ വാർത്തകളെ. നിങ്ങൾ ഇന്ന് 24 hours നിങ്ങളെ ഇത് തന്നെയാണ് വാർത്തയാക്കി കൊടുക്കുന്നത്. എന്താ നിങ്ങൾ പാലക്കാട് ശശിക്കെതിരെ വന്ന ഘട്ടത്തിലും അല്ലെങ്കിൽ മുകേഷിനെതിരെ വന്ന ഘട്ടത്തിലും എല്ലാം ഞങ്ങൾ സജീവമായി തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇല്ലല്ലോ, നിങ്ങൾ മുകേഷിനെതിരെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? ശ്രീ അബ്ദുൽ കരീം, അങ്ങനെ പറയരുത്. താങ്കൾക്ക് ഇപ്പൊ തന്നെ താങ്കളുടെ മൊബൈൽ എടുത്ത അബ്ദുൽ കരീം നിൽക്കൂ, വെറുതെ കള്ളം പറഞ്ഞിട്ട് പോകരുത്. താങ്കളുടെ മൊബൈൽ എടുത്തിട്ട് താങ്കൾക്ക് ഇപ്പോൾ പരിശോധിക്കാം. മുകേഷിനെതിരെയുള്ള അലിഗേഷൻ ന്യൂസ് 18 കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ യൂട്യൂബിൽ പരിശോധിക്കാം. ഞാൻ അന്തസ്സായി പറയുകയാണ്. നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. അത് താങ്കൾ കള്ളം പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു അബ്ദുൽ കരീം വന്ന് കള്ളം പറഞ്ഞാൽ ഉള്ള സത്യം ഇല്ലാതെയാകുമോ? ന്യൂസ് കേട്ട ഒരാളാണ്. താങ്കൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. താങ്കൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ഇപ്പോൾ പരിശോധിക്കാം. താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ പരിശോധിക്കാം. താങ്കൾക്ക് ഇപ്പോൾ പരിശോധിക്കാം. സാധാരണക്കാരായ ജനങ്ങളാണ് അത് തീരുമാനിക്കുക. സാധാരണക്കാരായ ജനങ്ങളല്ല, താങ്കളെ പോലുള്ള ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. താങ്കളെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതെല്ലാം കാണാം. അവർക്ക് യൂട്യൂബ് നോക്കാനും യൂട്യൂബിൽ ഏതൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്താനുള്ള കഴിവൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട്. അബ്ദുൽ കരീം വന്ന് കള്ളം പറയുമ്പോഴേക്കും അതൊന്നും മാഞ്ഞു പോവില്ല. ശ്രീ അബ്ദുൽ കരീം, നിങ്ങൾ നടത്തുന്നത് എന്താണ്? ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കന്മാരാണ്. അപ്പൊ സ്വാഭാവികമായി എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു ചെറിയ തെറ്റാണോ? ഇത്രയധികം പർവ്വതീകരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അബ്ദുൽ കരീമാണോ?
അതിൽ പിന്നെ നിങ്ങൾ അവരെ അത് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്, ഏത് വാർത്ത കൊടുക്കണ്ട തീരുമാനിക്കുന്നത് അബ്ദുൽ കരീമാണ്. അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കണ്ട, രാഹുൽ മാങ്കൂട്ടം സ്വയം ഇല്ലാതാകുന്നതേ ഉള്ളൂ. ഞങ്ങൾ ആരും കൊണ്ടുവന്നല്ല ഇതൊന്നും. ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കണമെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ. ശരി, ഓക്കെ, എല്ലാവർക്കും അറിയാം. അബ്ദുൽ കരീം അങ്ങനെ വിശ്വസിച്ചോളൂ. ഇത് കഴിഞ്ഞിട്ട് ഒരു മനസാക്ഷിക്ക് ഒരു മനസാക്ഷിയുടെ ഉറപ്പിന് വേണ്ടിയെങ്കിലും താങ്കൾ ഇത് കഴിഞ്ഞ് യൂട്യൂബ് എടുക്കുക, ന്യൂസ് 18 കേരള എന്ന് അടിക്കുക. അതിനുശേഷം അവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ഓപ്ഷനിൽ മുകേഷിനെതിരെയുള്ള അലിഗേഷൻ ഒന്ന് അടിച്ചു നോക്കുക. അത് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നന്നായി കാണും. അത് ഒന്നല്ല ഒന്നിലേറെ ലിങ്കുകൾ, നിരനിരയായി നിൽക്കുന്ന ലിങ്കുകൾ കാണാം. ആദ്യമായി ആ സ്ത്രീ വന്ന് ആരോപണം ഉന്നയിക്കുന്നതും ആരോപണം തുറന്നു പറഞ്ഞതും മുകേഷ് എന്തെല്ലാമാണ് ആ സ്ത്രീയോട് പറഞ്ഞതെന്നും എല്ലാം അതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്ത വന്നാലും ഞങ്ങൾ അതുപോലെ തന്നെ കൊടുക്കും. ഇനി നാളെ മറ്റേതെങ്കിലും നേതാവിനെതിരെ വന്നാലും ഞങ്ങൾ അതുപോലെ തന്നെ കൊടുക്കും. ഞങ്ങൾക്കാർക്കും ഇവരെ ആരെയും നശിപ്പിക്കാനോ ഞങ്ങൾക്ക് ഇവരെ ആരെയും നന്നാക്കാനുള്ള കൊട്ടേഷൻ ഒന്നും ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ ഒരു കൊട്ടേഷൻ അബ്ദുൽ കരീമിന് കാണും. പക്ഷേ പറയുമ്പോൾ മിനിമം സത്യസന്ധമായി പറയാനെങ്കിലും അബ്ദുൽ കരീം ശ്രമിക്കണം. ശരി, ശ്രീമതി ജയ ആണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, ഈ യൂത്ത് കോൺഗ്രസിന് ഇങ്ങനെ ഒരു നേതാവിനെ വേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു, കോൺഗ്രസിന് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ പാലക്കാട്ടെ ജനങ്ങൾ അയാളെ ചുമന്നുകൊള്ളണം എന്ന് തീരുമാനിക്കുന്നത് എന്ത് ലോജിക്കാണ്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട് കിരൺ, നിങ്ങളുടെ ക്യാപ്ഷൻ ഒട്ടും ശരിയല്ല കേട്ടോ. KPCCക്കോ കോൺഗ്രസിനോ ഒന്നും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പ്രാഥമിക അംഗത്തിൽ സസ്പെൻഡ് ചെയ്യും. ഞാൻ പറയട്ടെ, കിരൺ മാത്രം പറഞ്ഞാൽ എങ്ങനെ? ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇതേ കണക്ക് പീഡനങ്ങൾ നടക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ ശ്രമിച്ചാൽ മാത്രമേ ഒരു പീഡനം നടക്കൂ. ഒരു സ്ത്രീയും ഒരു പുരുഷനും അവിടെ ഉണ്ട്. അപ്പൊ ആ അവന്തിക എന്ന് വന്ന് പറഞ്ഞ സ്ത്രീയുടെ കാര്യം ഒട്ടും സത്യസന്ധമല്ല. കാരണം ആദ്യം പറഞ്ഞ് ചേട്ടനെ കുരുക്കാൻ ആള് വരുന്നുണ്ടെന്ന്, പിന്നെ വന്ന് ലൈംഗികമായിട്ട് സംസാരിച്ച് റേപ്പ് ചെയ്യാൻ വിളിച്ചത്. അങ്ങനെ ഏതാണുങ്ങളാ റേപ്പ് ചെയ്യാൻ വിളിക്കുന്നത്? അതുകൊണ്ട് അവരുടെ വാക്കുകൾ സത്യസന്ധമേ അല്ല. അത് ഒന്നാമത്. രണ്ടാമത്, ഒരു സ്ത്രീ ഒരു പുരുഷനും കൂടെ എവിടെങ്കിലും പോയി എന്ന് സംസാരിക്കുകയോ ഒരു ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണം കഴിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഈ സദാചാര പ്രവർത്തകര് ബ്രാക്കറ്റില് CPM കാര് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അവർ മാത്രമാണ് ഇപ്പൊ ഈ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീമതി ജയ, എന്റെ ഒരു സംശയം, ശ്രീമതി ജയ പറയുന്നത്, എനിക്കൊന്ന് താങ്കൾ പറയുന്നതൊന്നും ഒരു സ്ത്രീ പരാതി പറഞ്ഞാൽ അതിനകത്ത് ശരിയാണോ തെറ്റാണെന്നും കൽപ്പിക്കാൻ ഞാൻ ആളല്ല. സ്ത്രീ പരാതി പറഞ്ഞാൽ ആ പരാതി ഉണ്ട്, അതിൻ്റെ പേരിൽ കേസെടുക്കുക, അന്വേഷിക്കുക, അന്വേഷിച്ച ശേഷം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ബോധ്യപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നല്ല എൻ്റെ വിഷയം. താങ്കൾ പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് എന്താണ് ബോധ്യപ്പെടാത്തത്? എൻ്റെ ചെറിയ സംശയമാണ്. താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് നാണക്കേടായതുകൊണ്ടല്ലേ മാറ്റിയത്? കോൺഗ്രസിന്റെ പ്രാഥമിക അംഗമായി തുടരുന്നത് പോലും നാണക്കേടായതുകൊണ്ടല്ലേ സസ്പെൻഡ് ചെയ്തത്? അതൊക്കെ പാർട്ടിയുടെ നിലപാട്. അതാ പാർട്ടിക്ക് എന്ത് നിലപാട്? അത് എന്ത് നിലപാടാണ്? അവിടെ കൊള്ളാം, ഞങ്ങളുടെ നേതാവായിട്ട് നീ വേണ്ട, പക്ഷെ ജനങ്ങളുടെ നേതാവായി ഇരുന്നോളൂ. അതെന്ത് ന്യായമാണ്? അങ്ങനല്ല. അതിന് ഒരു 8 മാസത്തെ കാലാവധി ഉണ്ട്. അപ്പൊ രണ്ടാമതൊരു ബൈ ഇലക്ഷൻ നടക്കണ്ട. ബൈ ഇലക്ഷൻ വന്നാൽ എന്താ കുഴപ്പം? അവിടെ ബൈ ഇലക്ഷൻ വന്ന അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന MLA മാറ്റിയപ്പോഴല്ലേ ബൈ ഇലക്ഷൻ വന്നത്? അല്ല, അതിപ്പോ നമുക്ക് ചെലവുണ്ടോ? പേടിയുണ്ട്, അത് തന്നെ കാര്യം. ഇല്ല ഇല്ല, അതൊന്നും അല്ല. അങ്ങനെയൊന്നും പറഞ്ഞ് പിന്നെ കാര്യം എന്താണെന്ന് പറയും. അത് പിന്നെ നമ്മളെ ഒരു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യം പറയും. ഇവര് വന്നല്ലോ, എന്നിട്ട് അദ്ദേഹം മരിക്ക വരെ ചെയ്തു. ആ ഒരു നിലവിലോട്ട് പോവരുത്. പിന്നെ നമ്മുടെ റിപ്പോർട്ടർമാർ പോകുമ്പോ അതിന്റെ നിജസ്ഥിതി അറിഞ്ഞിട്ട് വേണം ഈ റിപ്പോർട്ട് ചാനലുകളിൽ. ആരെങ്കിലും ഒരാൾ പരാതി ഉന്നയിച്ചാൽ പരാതി ഉണ്ടെങ്കിൽ പരാതി പറയാം, അതിന് യാതൊരു തടസ്സവുമില്ല. പരാതി അന്വേഷിച്ച് ഇനി അവർ പീഡനം നടത്തിയിട്ടുണ്ടോ, പീഡനം നടത്തിയിട്ടില്ലേ, ഇനി ഗർഭഛിദ്രം നടത്തിയോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ജോലിയല്ല. അത് മനസ്സിലാക്കുക ദയവേത്. ഒരു സ്ത്രീ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ റിപ്പോർട്ടർമാര് കിടന്ന് സത്യസന്ധമായ കാര്യം തിരക്കാതെ ഇവർ കേസ് കൊടുത്തോ? ഇവരിൽ എന്തുവാണ് ഇതിലുള്ള സംഭവം? അവര് പരസ്യമായി വന്ന് പറയുകയല്ലേ നമ്മുടെ മുന്നിൽ വന്ന്? പരസ്യമായി വന്ന് പറയുകയല്ലേ? അവന്തിക ഞങ്ങളുടെ ചാനലിലൂടെ അല്ലേ പറഞ്ഞത്? അവന്തിക വന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസം വരണോ? അവന്തിക വേണ്ട, വിശ്വസിക്കണ്ട. അസത്യമാണത്, അസത്യം. ഒരാള് ഒരഭിപ്രായം മാറ്റി പറയുമ്പോ തന്നെ അല്ല, അവരൊരു ചെറിയ വെല്ലുവിളി നടത്തിയായിരുന്നല്ലോ. പിന്നെ ഇതിൽ വന്ന ചാറ്റുകളൊക്കെ ഒന്ന് പുറത്തുവിടാൻ കഴിയുമോ എന്നൊരു വെല്ലുവിളി നടത്തിയായിരുന്നല്ലോ. എന്നിട്ട് അത് മിണ്ടുന്നില്ലല്ലോ. അതൊക്കെ മിണ്ടും, അതൊക്കെ സമയം വരട്ടെ, അതൊക്കെ മിണ്ടിക്കോളും. ശരി, ഓക്കെ. എന്തായാലും സമയം വരുമ്പോൾ ഓരോ ദിവസവും വരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, ഒരു അഭിനന്ദനം പറഞ്ഞേരെ. ആരോടാണ്?
ശരി, കേട്ടില്ല. ആരോടോ അഭിനന്ദനം പറയാൻ പറഞ്ഞു, ഞാൻ കേട്ടില്ല ആരോടാണെന്നുള്ളത്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരം. എനിക്കിതിൽ പറയാനുള്ള വ്യത്യസ്തമായ ഒരു അഭിപ്രായം സാർ. ഈ കോൺഗ്രസ് അന്ന് ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്ന സമയത്ത് ഈ MLA സ്ഥാനം കൂടി രാജിവെപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയേറെ നേതാക്കന്മാർ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട യാതൊരു കാരണവും ഉണ്ടാവില്ല. ഇപ്പൊ ഷാഫി പറമ്പിന് പാലക്കാട് വിരോധികളായി വോട്ടർമാർ തന്നെ, അതുപോലെ തന്നെ ശ്രീകണ്ഠൻ. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി തീർത്തത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൽ ഇന്നലെ കൊണ്ടൊരു ബുദ്ധി ഉണ്ടായോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, എലിയെ തോപ്പിച്ചിട്ട് ഇല്ലം ചുട്ട്. ഇവര് ഒരു വലിയ തെരഞ്ഞെടുപ്പിനെയാണ് കാണുന്നത്. ഇവരൊരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടായാൽ എന്ത് സംഭവിക്കാനാ സാർ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി, ആ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോ MLA സ്ഥാനത്തിന് രാജി വെക്കട എന്ന് പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാലക്കാട് 18,000 ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കുറ്റിച്ചൂലിനെ അവിടെ നിർത്തിയാൽ അതിൽ ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു. പിന്നെ ഒരു കാര്യം കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന് ഒരു സ്ഥാനത്തും രാഹുൽ, കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. ഒരു സ്ഥാനത്തും കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട, കോൺഗ്രസിന്റെ സ്ഥാനത്ത്. പിന്നെ പബ്ലിക്കിന്റെ ടാക്സ് ഉപയോഗിച്ചുള്ള ആനുകൂല്യങ്ങൾ ഈ വ്യക്തിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നിയമസഭയിൽ പോവാതെ. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇയാള് കുറ്റം ചെയ്ത് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചടക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാവണം, അല്ലേ സാർ? പബ്ലിക്കിന്റെ ടാക്സ് അങ്ങനെ വെറുതെ ഉപയോഗിക്കാനുണ്ടല്ലോ. ചെയ്യാൻ താങ്കളുടെ പാർട്ടിയുടെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന ആളുകളെ നടപടിയെടുക്കാതെ വെച്ചിരിക്കുകയും ഏറ്റവും സുപ്രധാനമായ സമിതിയിലടക്കം ഇരിക്കുന്ന ആളുകൾക്കെതിരെ പോക്സോ കേസ് അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊന്നിനെതിരെ നടപടി എടുത്തിട്ടില്ല. സാർ, ഞാൻ ഈ കാര്യത്തിൽ ഇങ്ങനത്തെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നോ അല്ലെങ്കിൽ അഴിമതി നടത്തുന്ന വ്യക്തി എന്റെ പാർട്ടിയോ അവരെ പാർട്ടിയൊന്നുമില്ല. ഏത് അവര് ഉദ്ദേശിക്കുന്നത് അവരെ കർശനമായ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. കോൺഗ്രസ് MLA സ്ഥാനം രാജിവെപ്പിച്ചിട്ടുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ ഇമേജ് 10 മടങ്ങ് വർദ്ധിക്കുമായിരുന്നു. ശ്രീ ജോസ് ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസ്, ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ട, പക്ഷേ ജനങ്ങൾക്ക് അങ്ങനെ ഒരാളെ വേണം എന്നുള്ള നിലപാടാണ് കോൺഗ്രസിൻ്റെത്. അത് ശരിയാണോ? അത് അങ്ങനെ ഒരാളെ വേണമെന്ന് കോൺഗ്രസിന്റെ ഒരു തീരുമാനമല്ലല്ലോ. അല്ല, കോൺഗ്രസ്സുകാരുടെ ആ നിലപാടാണല്ലോ. അതല്ലെങ്കിൽ രാജിവെപ്പിച്ചാനല്ലോ. രാജിവെപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം കേട്ടോ. നമ്മള് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം എങ്ങോട്ടാ പോകുന്നത്? പറഞ്ഞോളൂ. എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ നിലപാട്? ഇപ്പൊ ഇത്രയും കാലങ്ങളായി ഇപ്പൊ ഓരോ പെൺവാണിഭ കേസിൽ പെടുത്തി കഴിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ താറടിച്ച് അവന്റെ ജീവിതം മൊത്തമായി കളയുക എന്നതാണോ ഒരു രാഷ്ട്രീയ പ്രവർത്തനം? ആണോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കെതിരെ ആരോപണം വന്നാൽ ആരോപണം ശരിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരതിന്റെ കോൺസിക്വൻസ് നേരിടേണ്ടി വരും. തെറ്റാണെങ്കിൽ അവർക്ക് മടങ്ങി വരികയും ചെയ്യും. നമ്മൾ ഒരു 2-3 വർഷമായിട്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിങ്ങളൊക്കെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളല്ലേ? ഇതെന്താ, നമ്മളെങ്ങോട്ടാ പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലേ? ശരി, അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ഷാജിയാണ് കൊല്ലത്തു നിന്നും. ഷാജിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഒരു മിനിറ്റ് ക്ഷമിക്കുക, നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അതിൽ റോഷൻ, അത് പക്ഷേ മോശം കമൻ്റ് ആയതുകൊണ്ട് അത് വായിക്കുന്നില്ല. വിപിൻ എബ്രഹാം, കൊല്ലങ്കാർ ചുമക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മുകേഷ് ഉദ്ദേശിച്ചാണോ എന്ന് തോന്നുന്നു. നമസ്കാരം കിരൺ, സുഖമാണോ? യെസ്റ്റർഡേ സാഡ്ലി ഐ മിസ്ഡ് പൊതുവേദിയാസ്. ദർ വാസ് നോ നോട്ടിഫിക്കേഷൻ. പ്ലീസ് മെൻഷൻ ദിസ് ടു പ്രവീണ ചേച്ചി. പ്രവീണ അല്ല നോട്ടിഫിക്കേഷൻ ഇടുന്നത്, അത് യൂട്യൂബിൻ്റെ ചുമതലയുള്ള ആളുകളാണ്. എന്തായാലും നമുക്ക് അവരോട് പറയാം, നോട്ടിഫിക്കേഷൻ ഏതെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇടണം എന്ന് തന്നെ പറയാം. കമൻറ്റ് ബോക്സ് ലിമിറ്റ് ചെയ്ത് ന്യൂസ് 18 കിടക്കുന്നത്. ഞങ്ങൾ കമൻറ്റ് ബോക്സ് ലിമിറ്റ് ചെയ്തെന്ന് പറയുന്ന താങ്കളുടെ കമൻറ്റ് തന്നെയാണ്. ശ്രീ ഡ്രീം ലൈൻ മൂവീസ്, ഏതോ വ്യാജനാണ്, താങ്കളുടെ കമൻറ്റ് തന്നെയാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. ഹൗ അബൌട്ട് അമിത് മാളവിയ, പ്രജ്വൽ രേവണ്ണ, ബ്രിജ് ഭൂഷൺ എക്സെട്ര, വൈ ദേ ആർ സ്റ്റിൽ ഇൻ പൊളിറ്റിക്സ് എന്ന് ചോദിക്കുന്നു. ഷിജു കിരിയത്താണ് ചോദിക്കുന്നത്. ഗൗരവമുള്ളൊരു ചോദ്യം തന്നെയാണ്. അതീവ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നവരാണ് ഈ 3 പേരും. അവരെല്ലാവരും ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിഷയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഷിജു കിരിയത്താണ് ചൂണ്ടിക്കാണിക്കുന്നത്. രാധാകൃഷ്ണൻ രവീന്ദ്രൻ, പെണ്ണുപിടിയനായ MLA ഞങ്ങൾ പാലക്കാടുകാർക്ക് വേണ്ട എന്ന് രാധാകൃഷ്ണൻ രവീന്ദ്രൻ പറയുന്നു. ഗിരിജ ചേച്ചി സ്റ്റാൻഡ്സ് ഫോർ ജസ്റ്റിസ് എന്ന് ഷിജു കിരിയത്ത് പറയുന്നു.
സ്ത്രീകളോട് എന്ത് ചെയ്താലും ഇങ്ങനെയുള്ള ജനങ്ങൾ ഉള്ളത് കൊണ്ട് രാഷ്ട്രീയക്കാർ ഇത് തന്നെ ചെയ്യും, ന്യായീകരിക്കാൻ ഇതുപോലെയുള്ള ജനങ്ങൾ കാണും എവിടെയും എന്ന് പറയുന്നു. സുനിമോളാണ് ഇത് പറയുന്നത്. ഇയാളുടെ ചെയ്തികളെ ന്യായീകരിക്കാൻ ഗിരിജയെപ്പോലെയുള്ളവർ ഉണ്ടല്ലോ എന്ന് പറയുന്നു. പേര് തെറ്റി പറഞ്ഞതാണ് എന്ന് എനിക്ക് തോന്നുന്നു. എൽദോയും വിൻസെൻറ്റും രാജിവെച്ചിട്ടാണോ കോൺഗ്രസ്സുകാർ മുകേഷിൻ്റെ രാജി ചോദിച്ചു വന്നതെന്ന് AN ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ കടമ ചെയ്യുന്നു എന്നുള്ളത് പറയുന്നു. മറ്റ് ചില കമൻറ്റുകൾ കൂടിയുണ്ട്. സ്ത്രീകൾ പോലും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കമൻറ്റുകൾ, ചില കമൻറ്റുകളൊക്കെ വായിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടുകൂടിയാണ് വായിക്കാത്തത്. രാഷ്ട്രീയക്കാർക്ക് ധാർമ്മികത എന്നേ നഷ്ടമായി, വോട്ടും ഭരണവും മാത്രമാണ് ലക്ഷ്യം, കള്ളമേ പറയൂ, സത്യം മറച്ചു വെച്ച് സംസാരിക്കും, എന്ത് കഷ്ടമാണ് അവസ്ഥയെന്ന് ശിവശങ്കർ ആണ് ചോദിക്കുന്നത്. വിളിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് സംസാരത്തിൽ മര്യാദയുമില്ലല്ലോ എന്ന് ഫിലിപ്പ് ചെറിയാൻ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റെന്തൊക്കെയോ ആണ്. എന്തായാലും നമുക്ക് ഷാജിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. അല്ലെ, എനിക്ക് ഇതിനു മുമ്പ് നമ്മൾ 2 പ്രാവശ്യം ചർച്ച ചെയ്ത ഒരു വിഷയത്തിന് ഒരു 5 സെക്കൻഡ് വേണം മറുപടി പറഞ്ഞിട്ട് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞോളൂ. എളുപ്പത്തിൽ പറയാണ്. പിന്നെ മെസ്സി വരും കേട്ടോ. അത് അന്ന് മെസ്സി വരത്തില്ല എന്നുള്ളൊരു ആരോപണം വന്ന് പിന്നെ സർക്കാരിനെയും ഒക്കെ കുറ്റപ്പെടുത്തിയും ഒക്കെ ചെയ്ത UDF BJP. ശ്രീ ഷാജി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. മെസ്സി വരുമെന്ന് പറഞ്ഞതും മെസ്സി വരില്ല എന്ന് പറഞ്ഞതും മെസ്സി വീണ്ടും വരുമെന്ന് പറയുന്നതൊക്കെ ഞങ്ങളല്ല. അതുകൊണ്ട് താങ്കൾ നിൽക്കൂ. താങ്കൾ അങ്ങനെ കുറ്റപ്പെടുത്തിയെന്ന് പറയുമ്പോൾ മെസ്സി വരില്ല എന്ന് പറഞ്ഞതും അർജന്റീനൻ ടീം വരില്ല എന്ന് പറഞ്ഞതും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ് പറഞ്ഞത്. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞതും ഫുട്ബോൾ അസോസിയേഷൻ ആണ്. അതുകൊണ്ട് അവർ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല എന്ന് റിപ്പോർട്ട് ചെയ്യും. നാളെ ഇനി അവർ വരില്ല എന്ന് പറഞ്ഞാൽ അതും റിപ്പോർട്ട് ചെയ്യും. നാളെ വരും എന്ന് പറഞ്ഞാൽ വരുന്ന കാര്യം റിപ്പോർട്ട് ചെയ്യും. അതിനാരും അജണ്ടയൊന്നുമല്ല. അത് ഷാജി അങ്ങനെ വിചാരിക്കാൻ വേണ്ട. അത് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യാം. അതല്ല, ഷാജിയുടെ പറച്ചിൽ ഉദ്ദേശം മനസ്സിലായതുകൊണ്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തെറ്റായിട്ടുള്ള രീതിയിലാണുള്ള റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. മെസ്സി വരില്ലെന്ന് പറഞ്ഞത് മാധ്യമങ്ങളല്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണ് പറഞ്ഞത്. നിൽക്കട്ടെ, അപ്പോ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മെസ്സി വരും, അത്രേ ഉള്ളൂ അതിനെ കുറിച്ച്. പിന്നെ ഹലോ, പറഞ്ഞോളൂ. പിന്നെ ഈ വിഷയത്തിൽ സംസാരിക്കാനാണെങ്കിൽ പിന്നെ അദ്ദേഹം കോൺഗ്രസിന് ചെയ്യാൻ പറ്റാവുന്ന പരമാവധി പണി ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച്, മാങ്കൂട്ടത്തിന് എതിരെ. കാരണം ഇതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വയനാട് ഫണ്ടിന്റെ നല്ലൊരു ഭാഗം മുഖ്യവരെല്ലാം ഇതിന് പങ്കാളികളായിട്ടുണ്ടാവും ഇതിന്റെയൊക്കെ നേതൃത്വത്തിൽ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലും കൂടെ സംരക്ഷിക്കേണ്ടി വരും. പലതും ഒക്കെ ചിലപ്പം ഇയാൾ വിളിച്ചു പറയും, അത് ഇവരെയൊക്കെ അലട്ടുന്നുണ്ടാവും. മറ്റുള്ളവരൊക്കെ സംരക്ഷിച്ചതും ഇതേ മാതൃകയിലാണോ? എന്തോ മറ്റ് പാർട്ടികളിലെ MLA-മാരെയൊക്കെ സംരക്ഷിച്ചതും ഇതേ മാതൃകയിലായിരിക്കുമോ? ഏതാ വയനാട് ഫണ്ട് മുഖ്യായിരുന്നു ആരെങ്കിലും? അല്ല, മറ്റ് ചില MLA-മാർക്കെതിരെ ഇതുപോലെ ആരോപണം ഉണ്ടായപ്പോൾ അവരെ വയനാട് ഫണ്ട് മുഖ്യകാര്യം വയനാട് ഫണ്ട് മുഖ്യം എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ചോദിച്ചതാണ്, എന്റെ സംശയം ചോദിച്ചാണ്. അല്ല, എന്റെ സംശയം ഇങ്ങനെ ഉണ്ടാകാമല്ലോ. പിന്നെ വയനാട് ഫണ്ട് മുഖ്യമായിരുന്നു, അങ്ങനെയുള്ള ആരോപണം ഉണ്ടോ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന്? ഞാൻ ചോദിച്ചാണ്, എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് തിരിച്ച്. പിന്നെ താങ്കൾ പറഞ്ഞത് MLA സാറെ രാജിവെപ്പിക്കാത്തത് അഴിമതി ആരോപണം, സമാന ആരോപണം ഉയർന്നവർക്കെതിരെ അവരെ രാജിവെപ്പിക്കാതിരുന്നതും ഇതുപോലെയൊക്കെയുള്ള ആരോപണം ഉള്ളതുകൊണ്ടാണോ എന്നാണ് എന്റെ സംശയം. അല്ല, സംശയം വരുമ്പോൾ സ്വാഭാവികം. ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോളാം. ഹലോ, കേൾക്കാമോ? അപ്പോ ഈ പിന്നെ എന്താ പറയുന്നത്, കിരൺ ഭായ് ചിലപ്പോഴൊക്കെ ഈ പിന്നെ എനിക്ക് ഒരു രാഷ്ട്രീയം ഇല്ലെന്ന് വരുത്തി തീർക്കാനായിട്ട് നമ്മളെ പോലുള്ളവർ സംസാരിക്കുമ്പോൾ പിന്നെ കൂടുതൽ അങ്ങോട്ട് അപ്രമാദിത്യം കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞെന്നുള്ളത്. എനിക്ക് രാഷ്ട്രീയമൊക്കെ ഇവിടെ ശ്രീ ഷാജി, എന്റെ രാഷ്ട്രീയമല്ലല്ലോ ഞാനിവിടെ സംസാരിക്കേണ്ടത്. നമ്മൾ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയമുണ്ട്. എനിക്ക് രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ന്യായം പറഞ്ഞാൽ ന്യായത്തിനൊപ്പം നിൽക്കും. ഒരു ആങ്കർ എന്ന നിലയ്ക്ക് ന്യായം പറഞ്ഞാൽ ന്യായത്തിനൊപ്പം നിൽക്കും. അല്ല, അതെ, ഇങ്ങനൊരു ഒരു പിന്നെ മാനസികാവസ്ഥ ചിലപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ എന്റെ തെറ്റായിരിക്കും. താങ്കൾക്ക് അങ്ങനെ തോന്നാനുള്ള അവകാശമുണ്ട്. അതെ, എന്റെ തോന്നൽ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ പലപ്പോഴും കൂടെ ഞാൻ നിഷ്പക്ഷനാണെന്ന് വരുത്തി തീർക്കാനായിട്ട് നമ്മളെ പോലുള്ളവർ വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് പിന്നെ സർപ്രൈസ് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. താങ്കൾക്ക് തോന്നില്ലെങ്കിൽ അങ്ങനെ തോന്നില്ലെങ്കിൽ ഓക്കെ. ഹലോ, ഒന്നില്ല, പറഞ്ഞോട്ടെ.
പിന്നെ ഇപ്പം ഇവിടെ വന്ന് കോൺഗ്രസ്സുകാരായിട്ടുള്ളവര് ചില സ്ത്രീ ജനങ്ങളൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ആ KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്കും ഷാനിമോൾ ഉസ്മാനും ഉമ തോമസിനും ഒന്നും മുരളീധരനും ഒന്നും ബോധ്യപ്പെടാത്ത കാര്യത്തിന് ഇവരെന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? അവരല്ലേ കൂടുതൽ പിന്നെ ഇവരുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവര് ആരാ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ ആയിരിക്കുമല്ലോ ഇത് പറയുന്നത്. ഇതൊരു സ്ത്രീ വന്നിരുന്ന ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് ഒരു ചായക്കട വന്ന് ചായ അല്ല പറഞ്ഞോട്ടെ എന്നത് ഒരു ചായക്കട ചായ കുടിക്കാൻ പോയ CPM-മാര് അടിക്കാൻ ചെല്ലുന്നത്. എവിടെ അടിക്കാൻ ചെന്നേ? ചായ കുടിച്ചതിന്റെ ഫലമായിട്ടാണ് ആ പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള അവകാശം ഉന്നയിക്കുന്നത്. എന്ത് വിരോധാഭാസമാണ്? വളരെ ഷർഫുദ്ദീനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ഷർഫുദ്ദീൻ, താങ്കൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഈ നിലപാടിനെ കാണുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിക്ക് അല്ലാതെ ഇന്ത്യ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം ഈ വിഷയം ഉണ്ടായി 24 മണിക്കൂറിനകം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, CPM-ന്റെ എത്രയോ MLA-മാരെ അതായത് CPM ചെയ്യാത്തോണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടും ഒരു പാർട്ടി ആയാൽ മതിയല്ലോ. കോൺഗ്രസ് CPM വ്യത്യസ്തമാണെങ്കിൽ അവർ ചെയ്യേണ്ടത്, നിങ്ങൾ രണ്ട് കാര്യം പറഞ്ഞു, നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അത് രണ്ടിലും പ്രധാനമല്ലേ? കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്നത് ഞങ്ങൾക്ക് മോശമാണ്, അതുകൊണ്ട് ഞങ്ങൾ അധ്യക്ഷസ്ഥാനത്ത് മാറ്റി. ഞങ്ങളുടെ പാർട്ടി മെമ്പർ ആയിരിക്കുന്നത് മോശമാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ പാലക്കാട്ടെ ജനങ്ങളുടെ MLA ആയിരിക്കുന്നത് മോശമല്ല എന്ന് എങ്ങനെ തീരുമാനിച്ചു? അതാണ് നമ്മുടെ ചോദ്യം. ഞാൻ പറഞ്ഞത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആരോപണം ഏതെങ്കിലും വ്യക്തികൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെയും കൊടുക്കാഞ്ഞിട്ട് പോലും ഇത്രയധികം നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. അന്വേഷണ വിധേയമായിട്ട് പാർട്ടിക്കകത്തും സസ്പെൻഡ് ചെയ്തു. അന്വേഷണം നടത്തട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഒഴിവാക്കിയത് അന്വേഷണ വിധേയമായിട്ടാണോ? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുമ്പോൾ അതൊരു പാർട്ടിയുടെ പോസ്റ്റാണ്. ഇപ്പോൾ ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു 2-3 പോസ്റ്റുകളിൽ ഒന്നാണ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്ഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പോസ്റ്റിൽ നിന്ന് അയാളെ മാറ്റി നിർത്തിയല്ലോ. ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇവിടെ CPM-ന്റെ MLA-മാർക്കെതിരെ ആരോപണമല്ല, കേരളത്തിലെ പോലീസ് മുകേഷിനെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ട എന്റെ സംശയം, CPM അങ്ങനെ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ CPM-ൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തരല്ല. അത്തരം ആരോപണങ്ങൾ CPM-നെതിരെ വരുമ്പോൾ നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ഇതിനകത്ത് ആരോപണമൊന്നുമില്ല, ഞങ്ങൾ രാജി ആവശ്യപ്പെടുന്നില്ല. മുകേഷിന്റെ രാജിക്ക് വേണ്ടി നിങ്ങൾ സമരം ചെയ്തു. മുകേഷിന്റെ രാജി നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആവശ്യപ്പെട്ടു. അത് പറഞ്ഞത് തെറ്റാണെന്നെങ്കിൽ ഇപ്പോൾ പറയണ്ടേ? കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു വനിതയെ വിളിച്ചിട്ട് ഇന്ന് മഴയുണ്ടോ, നാളെ മഴയില്ലെങ്കിൽ വരുവോ എന്നൊക്കെ പറഞ്ഞ ഒരു പാവപ്പെട്ട സ്ത്രീ. അതുപോലെ മുകേഷ് ആണെങ്കിൽ അദ്ദേഹം സിനിമാ നടൻ എന്ന നിലയിൽ മാത്രമല്ല, സെക്രട്ടേറിയറ്റിൽ ഞാൻ പല കാര്യങ്ങളും നടത്തിയെടുത്തു, ഒരുപാട് സമയമെടുത്തു. ഇനി നാളെയും വരണം. എന്തൊക്കെ അശ്ലീലങ്ങൾ CPM-ന്റെ ഓരോ MLA-മാർക്കെതിരെ ഇവിടെ വന്നു. ഏതെങ്കിലും ഒരു ആൾക്കെതിരെ നടപടിയെടുത്തോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മിനിറ്റ്, താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. താങ്കൾ പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്നു. CPM-നെതിരെ ആരോപണം വന്നപ്പോൾ അവർ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ രാജി അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് തെറ്റായിട്ടാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ആ രാജി ആവശ്യം അന്ന് ഉന്നയിച്ചത് മുൻകാല പ്രാബല്യത്തോടു കൂടി ഞങ്ങൾ പിൻവലിക്കുന്നു, തെറ്റായിപ്പോയി എന്ന് പറയാൻ ഒന്നുകിൽ അങ്ങനെ പറയണം, അല്ലെങ്കിൽ ഇനി മുതൽ ഞങ്ങൾ ഇങ്ങനെ ആരോപണം CPM-കാർക്കെതിരെ വന്നാൽ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കെതിരെ വന്നാൽ ഞങ്ങൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടില്ല എന്ന് പറയണം. ഇത് രണ്ടും പറയാത്തിടത്തോളം കാലം എങ്ങനെയാണ് താങ്കൾക്ക് ഈ ന്യായം പറയാൻ കഴിയുക? മുകേഷിനെതിരെ ഇവിടുത്തെ കേരള പോലീസ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതിൽ അദ്ദേഹം 100% കുറ്റവാളിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. എന്നിട്ട് പോലും 100% കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിട്ടില്ല. ഷറഫുദ്ദീൻ, അങ്ങനെ മുകേഷ് MLA കുറ്റക്കാരനാണെന്ന് ഒരു കോടതിയും കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ താങ്കൾ തെറ്റായ കാര്യങ്ങൾ പറയരുത്. മുകേഷ് കുറ്റക്കാരനാണെന്ന് ഇന്ത്യയിലെ ഒരു കോടതിയും കണ്ടെത്തിയിട്ടില്ല. യെദ്യൂരപ്പ ഇപ്പോഴും BJP-യുടെ പാർലമെന്ററി പാർട്ടിയിൽ ഇന്ത്യ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. BJP-യും CPM ഒക്കെ പോലെയുള്ള ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ തുറന്നു സമ്മതിച്ചാൽ മതി. സാറേ അങ്ങനല്ല, ഒരിക്കലും. പിന്നെ അല്ലാതെ നിങ്ങളുടെ പാർട്ടിക്ക് വ്യത്യാസമല്ലോ ഉണ്ടോ? കോൺഗ്രസ് പാർട്ടിയാണല്ലോ ഇപ്പൊ ഈ 24 മണിക്കൂറിനകം ഇത്രയധികം നടപടി 24 മണിക്കൂറിനകം നടപടി എടുത്തോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ വിഷയം. അത് രണ്ടും അംഗീകരിച്ചു. MLA സ്ഥാനത്ത് നിലനിർത്തുന്നു എന്നുള്ളതാണല്ലോ. ഈ രാജി ആവശ്യപ്പെടുന്ന CPM-കാരന്റെ കയ്യിലാണല്ലോ കേരളത്തിലെ പോലീസ്. എന്തുകൊണ്ട് CPM-ന്റെ പോലീസിന് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോഴും
പറഞ്ഞ ന്യായത്തിലേക്ക് ഇപ്പോഴും വരാൻ തയ്യാറില്ല. മറ്റു പാർട്ടിക്കാർ തെറ്റ് ചെയ്തല്ലോ, അതുകൊണ്ട് ഞങ്ങളും തെറ്റിയെന്ന് പറയാനാಗಿ പിന്നെ നിങ്ങളുടെ പാർട്ടിയും മറ്റു പാർട്ടിയും വേണ്ടല്ലോ, രണ്ടും ഒന്നാണ്, ഞങ്ങളും അവരെ പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഒരിക്കലും ഇല്ല, അവരെ പോലെ അല്ലല്ലോ, അവരെ പോലെ പിന്നെ എങ്ങനെയാണ് അല്ലാതിരിക്കുന്നത്? ഇത്രയധികം ശരി ഷർമുദ്ദീൻ, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ഷിനോയാണ് വർക്കലയിൽ നിന്നും. ശ്രീ ഷിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തും അംഗത്വത്തിലും ഒന്നും ഇയാൾ പറ്റില്ല, അവിടുന്നൊക്കെ അയാളെ മാറ്റി നിർത്തണം, പക്ഷേ ജനങ്ങളുടെ പ്രതിനിധിയായി അയാൾക്ക് തുടരാം, അത് എന്ത് ന്യായമാണ്? എന്ത് ന്യായം? അത് ഗുരുതരമായ ആരോപണം എന്നുള്ള വാക്കാണ്. അത് പോലീസിന് കേസൊന്നും ആയിട്ടില്ല. ഒരു സ്ത്രീ പറയുമ്പോൾ അത് അപ്പാടെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളല്ലേ പറഞ്ഞ ഗുരുതരമായ ആരോപണം. ഇവിടെ ആണിന് പെണ്ണിന് വേറെ രീതിയാണ്. അങ്ങ് തേച്ച് മാച്ച് അത്ര അങ്ങ് തേജോധം ചെയ്യാൻ എന്തിനാണ് കാര്യം? കള്ളത്തരങ്ങളും തെറ്റുകളും കഴിഞ്ഞ വാർത്താ ചാനലിൽ കണ്ടെത്തിയപ്പോഴും നിങ്ങൾ അത് മാറ്റി മാറ്റി പറയും. വേറൊരു നീതിയും ഇദ്ദേഹത്തിന് മറ്റൊരു നീതിയുമാണ്. അതെന്തൊരു സംസാരം? എന്താണ് വേടൻ ഒരു നീതി? വേടന്റെ കാര്യം ഇതുമായിട്ട് എന്താണ് ബന്ധം? വേടൻ വല്ല ജനപ്രതിനിധിയല്ലോ. നിങ്ങളത് തേച്ച് മാച്ച് കളഞ്ഞ്. ഞങ്ങളത് തേച്ച് മാച്ച് കളഞ്ഞു. ഞങ്ങൾ ഒരു കാര്യത്തിലും തേച്ച് മാച്ച് കളയാനുമില്ല, ഞങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വലുതാക്കാനുമില്ല. നിങ്ങൾ വേടൻ ഇത്രയും ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വാർത്തകൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. വേടനെ പോലെ ഒരാളാണോ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഒരാൾ? അതുപോലത്തെ ഒരാളാണോ കേരളത്തിലെ MLA ആയിരിക്കുന്ന ഒരാൾ? വേടൻ കേരളത്തിലെ MLA ഒന്നുമല്ല. വേടന്റെ പ്രാധാന്യം വേടൻ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിച്ച ഒരു യുവാവ്, അതാണ് അയാളുടെ പ്രാധാന്യം. അല്ലാതെ അയാൾ MLA അല്ലെങ്കിൽ MP ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയോ ഒന്നുമല്ല. അയാളൊരു കലാകാരനാണ്, അത്രയുള്ള അയാളുടെ കാര്യം. പോലീസിന് കേസ് കൊടുത്തോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ? ഒരു MLA FIR രജിസ്റ്റർ ചെയ്തോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത്? ആർക്കും എന്ത് പറയാമോ അങ്ങനെ ആകുമ്പോഴേ? ശ്രീ ഷിനോയ്, അങ്ങനെ പിന്നെ എന്തിന് സസ്പെൻഡ് ചെയ്തു അത് പറയും. തേജോധം ചെയ്യണ ഇത് എവിടത്തെ നീതി നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇത് ഞങ്ങളല്ല കാണിച്ചത്, നിങ്ങളുടെ പാർട്ടിയാണ് കാണിച്ചത്. കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത്? അതിന്റെ ഉത്തരം പറയും. അതൊക്കെ പാർട്ടി വിഷയങ്ങൾ. ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് മോശക്കാരനാണ്, നിങ്ങൾ ചുമന്നു, ഞങ്ങൾക്ക് ചുമക്കാൻ പറ്റില്ല, നിങ്ങൾ ചുമന്നല്ലേ അതിന്റെ പച്ച പോലെയാണ്. വളരെ ഡേഞ്ചർ സംഭവമാണ് ഈ കാണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ ഇത്രയും തേജോവധം ചെയ്യാൻ. ശരി, ഞങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതും പാർട്ടി അംഗത്തിൽ സസ്പെൻഡ് ചെയ്തതും, അതൊക്കെ കോൺഗ്രസ് പാർട്ടിയാണ്. പോലീസിൽ രജിസ്റ്റർ ചെയ്യാത്ത എന്ത്? കേസ് കൊടുക്കാത്ത എന്ത്? എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഞങ്ങളല്ല കേസെടുക്കുന്നതും കേസ് അന്വേഷിക്കുന്നതും ഒന്നും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് കണ്ട് മാറ്റി നിർത്തിയത് ഞങ്ങളല്ല, മാറ്റി നിർത്തിയത് കോൺഗ്രസ് പാർട്ടിയാണ്. രാഹുലിനെ പദവിയിൽ നിന്ന് ഒഴിവാക്കിയതും സസ്പെൻഡ് ചെയ്തതും എല്ലാം, പ്രാഥമിക അംഗത്തിൽ നടക്കം സസ്പെൻഡ് ചെയ്തതും എല്ലാം കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾക്ക് അതിനപ്പുറം അറിയില്ല. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ. കഴിഞ്ഞ ഒരു 2-3 മാസത്തിനുള്ളിൽ ഞാനൊരു ചാനലിനകത്തൂടെ കണ്ടൊരു വാർത്ത, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു യുവാവിനും യുവതിക്കും, അതായത് സ്ത്രീയോ പുരുഷനോ, അവരുടെ രഹസ്യമായ കാര്യത്തിൽ അതെന്തും ആയിക്കോട്ടെ, അത് ഫ്ലാറ്റ് എടുക്കുവോ വീട്ടിൽ പോവുമോ, ഒരു സ്ത്രീയുടെ താല്പര്യമില്ലാതെ കൊണ്ട് ഇയാൾ അവിടെ പോകുമോ? സ്ത്രീയുടെ താല്പര്യം ഉണ്ടായിട്ട് പോയോ പോയില്ലയോ എന്നൊന്നും അല്ലല്ലോ ഇതിനകത്ത് വിഷയം. ഞാൻ ചോദിച്ചതിന്റെ മറുപടി എനിക്ക് തരൂ. എന്തിനു ഇവള് വിളിച്ചു? ഇവർക്ക് തന്തയ്ക്കും തള്ളയുണ്ടോ? അതെന്തിനാണ് ശ്രീ ഷാജി? ഒരു സ്ത്രീക്കും ഒരു സ്ത്രീ ഒരാളെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചാൽ അപ്പോൾ തന്നെ അവരുമായിട്ട് അവരെ ബലാത്സംഗം ചെയ്യുക എന്നൊരു പരാതി ഉണ്ടെങ്കിൽ അത് ബലാത്സംഗമാണെന്ന് തന്നെ അവർ പരാതിപ്പെടും. സൗഹൃദമുള്ളവരെല്ലാം ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? താങ്കൾക്ക് എത്രയോ സ്ത്രീകളുമായി സൗഹൃദമുണ്ട്, എത്രയോ സ്ത്രീകളുടെ വീടുകളിൽ താങ്കൾ പോയിട്ടുണ്ടാവും, എത്രയോ പേരുമായി ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവും, ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ താങ്കളുടെ കൂടെ ഒറ്റയ്ക്ക് എത്ര സ്ത്രീകൾ വന്നിട്ടുണ്ടാവും. അവരെ ആരെങ്കിലും അവരെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചു എന്ന് തന്നെ അവർ പരാതിപ്പെടും. സ്വാഭാവികമല്ലേ? എന്നാ പിന്നെ മുകേഷിന്റെ എന്തിയ, വേടന്റെ എന്തിയ, വിനായകന്റെ എന്തിയ? നിങ്ങളുടെ ന്യൂസ് സെന്ററിലെ അപർണയുടെ ഒരു കേസ് ഇതുണ്ടായിരുന്നല്ലോ, വിഷയം. അയാൾ മോശപ്പെട്ട വാക്കുകൾ സംസാരിച്ചു, അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ഇരയുടെ കൂടെ നിൽക്കണോ പ്രതിയുടെ കൂടെ നിൽക്കണോ? ഞങ്ങൾക്ക് ഇരയുടെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആരാ ഇപ്പൊ നിൽക്കുന്നത്? കേസില്ലാതെ നിൽക്കുന്നത് ആരാ? ഇവിടെ ഇത്രയും CPM-ന്റെ പേര് കേസുകൾ ഒത്തിരി കിടപ്പുണ്ടല്ലോ. ഷാജി, എങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോൺഗ്രസ് പാർട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തത്? ഞാൻ ചോദിക്കുന്നത് അത് അവരുടെ പാർട്ടിയുടെ കാര്യമല്ലേ. തന്നെയാണ് അവരല്ലേ പറഞ്ഞത്. അവരുടെ പാർട്ടിയുടെ നേതാവ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്. സമൂഹം അത് ഉള്ള ചാനലുകാരെല്ലാം അവരെ കുറ്റപ്പെടുത്തി പറയുന്നില്ലേ? അപ്പൊ ഈ ചാനലുകാരെല്ലാം 5-6 പേർ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ നാളെ ആർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കോ കോൺഗ്രസ് പാർട്ടി? അതിന് സ്വന്തമായിട്ട് നിലപാടൊന്നുമില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സാറ് പത്തനംതിട്ട വരാൻ വേണ്ടി എന്റെ നമ്പർ അങ്ങോട്ട് തരാം.
ഇവിടെ അഴിഞ്ഞാടുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്, കല്യാണം കഴിച്ചിട്ടും കല്ലും കഞ്ചാവും വെക്കാത്ത. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ഷാജി? ഷാജിക്ക് എന്ത് വേണം അതിന്? ഒരു സ്ത്രീക്ക് കള്ളു കുടിക്കുകയോ കഞ്ചാവ് വലിക്കുകയോ ചെയ്യുന്നെങ്കിൽ കഞ്ചാവ് വലിച്ച കള്ളു കുടിക്കുന്നതിന് ഒരു നിയമത്തിന് ഒരു തടസ്സമില്ല. അവർ കഞ്ചാവ് വലിച്ചെങ്കിൽ നിയമപരമായി കേസെടുക്കാം. അതൊരു സ്ത്രീ ചെയ്തതിന് എന്താണ് കുഴപ്പം? അതായത് അങ്ങനെ ചെയ്യാത്ത ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് ഇവളന്മാരും അങ്ങനെ പറയാം. ഭർത്താക്കന്മാരെ കളയോ കളയാത്തോ ഒക്കെ അവരുടെ ഇഷ്ടമാണ്. അപ്പൊ അവരുടെ ഇഷ്ടമാണെങ്കിൽ ഇവരുടെ ഇഷ്ടമല്ലേ? അവരുടെ ഇഷ്ടത്തിന് മറ്റൊരാളുടെ ദേഹത്ത് കയറി കൈവെക്കാൻ, മറ്റൊരാളെ ബലാത്സംഗം ചെയ്യാൻ, അവരുടെ ദേഹത്ത് കയറി പിടിക്കാൻ, അല്ല അവരോട് മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കാൻ ഒരാൾക്കും അവകാശമില്ല. നേരത്തെ പറയാൻ ഇവരെന്താ നേരത്തെ പറയാൻ? അവർക്ക് നേരത്തെ പറയണം തോന്നിക്കാണില്ല, ഇപ്പോഴായിരിക്കും പറയാൻ തോന്നിക്കാണ്. അതിന്റെ കുഴപ്പം? 1 രൂപയുടെ ഈ ചാനലിനകത്തൊക്കെ ഇവര് വന്ന് എപ്പോഴും വരുന്നുണ്ടല്ലോ. ഇവര് ആരെയാ ഭയപ്പെട്ട കാര്യം? അവർക്ക് അപ്പോൾ തോന്നിക്കാണില്ല, ഇപ്പോൾ തോന്നി. അതിനെന്താ കുഴപ്പം? ഇവിടുത്തെ ഇര ഇപ്പൊ ആരാന്നറിയാമോ? ഇവിടുത്തെ ഇര ഇപ്പം രാഹുലാണ്. പക്ഷെ അത് കോൺഗ്രസ് പാർട്ടിക്ക് എന്താ മനസ്സിലാവാത്ത? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി അല്ലേ മനസ്സിലാക്കേണ്ടത്? രാഹുലിനെ ഏറ്റവും കൂടുതൽ അറിയുന്ന കോൺഗ്രസ് പാർട്ടിക്കാരല്ലേ? അത് അവരുടെ പാർട്ടിയുടെ കാര്യങ്ങളല്ലേ? കേട്ടില്ല. നമ്മളിപ്പം ചർച്ച ഇതാണ് വിഷയം. ഇവിടെ ഇപ്പൊ തെറ്റാറില്ല. അയാൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞത് നമ്മളോട് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസിന് അത് അവരുടെ വിഷയങ്ങളാണ്. യൂത്ത് കോൺഗ്രസ്സുകാരാണ് പറഞ്ഞത് ഞങ്ങളുടെ അധ്യക്ഷനായിരിക്കാൻ ഇയാൾ യോഗ്യനല്ല എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയിലെ പ്രാഥമിക അംഗം പോലും ആയിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞത് KPCCയുടെ അധ്യക്ഷനാണ്. സാറേ ഞാൻ ആയിക്കോട്ടെ, ഇനി അതും ആയിക്കോട്ടെ, ഞാൻ വേണമെങ്കിൽ സമ്മതിച്ചു തരാം. പക്ഷെ ഈ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ കേസ് കൊടുക്കാൻ നിയമങ്ങളുണ്ടല്ലോ? അവരുടെ ഇഷ്ടമല്ലേ കേസ് കൊടുക്കണോ വേണ്ട എന്നൊക്കെ. അവർക്കെതിരെ വേണമെങ്കിൽ രാഹുലിന് കേസ് കൊടുക്കാമല്ലോ, എന്നെ അപകീർത്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാമല്ലോ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു സംഭവം നടന്നു. ഒരു ബംഗാളി പെൺകുട്ടിയെ ആക്രമിച്ചു. ഈ ലോകത്ത് ഒരു 5000 ക്യാമറ ഇപ്പൊ വേലിച്ചാമയെ പിടിച്ച പോലെ ഈ ഒരാളെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ആ പ്രതിയെ പിടിച്ചത് താങ്കൾ കണ്ടില്ലേ? ആ പ്രതിയെ ഇന്ന് പിടിച്ചു. പിടിച്ചല്ലോ. അത് ഏത് പാർട്ടിക്കാരനാ? ഏത് പാർട്ടിക്കാരൻ? അയാൾക്ക് പ്രതിക്ക് പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല. പിന്നെ ഇന്നലെ കണ്ണൂരൊരു ചെറുക്കനെ കുത്തിക്കൊന്നു. താങ്കൾ ഇങ്ങനെ ഓരോരോ ചോദ്യം ചോദിക്കുക ഷാജി. താങ്കൾ ഒരു കാര്യത്തിന് വേണ്ടി താങ്കൾ അനുകൂലമായി പറയുന്നെങ്കിൽ മിനിമം ആ കാര്യത്തിന് ഒരു ന്യായമുണ്ടോ എന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. അത്രയെങ്കിലുമൊക്കെ താങ്കൾ ചെയ്യുക. അതേ എനിക്ക് ഷാജിയോട് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. എന്തായാലും തോമസ് KC പറയുന്നു, ഉള്ള കാര്യം പറഞ്ഞാൽ സാർ പോരാ അവതാരകൻ എന്ന് പറയുന്നു. താങ്കൾക്ക് ഞാൻ പോരാ എന്ന് പറയാനുള്ള താങ്കളുടെ അവകാശത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. ചിലർക്ക് മോശക്കാരനാണെന്നും ചിലർക്ക് വളരെ മോശക്കാരനാണെന്നും ശരാശരിയാണെന്നും കൊള്ളാമെന്നും ഒക്കെ അഭിപ്രായങ്ങൾ കാണും. എന്തായാലും അത് ഞാൻ അംഗീകരിക്കുന്നു. അത് താങ്കളുടെ വ്യക്തിപരമായ വിലയിരുത്തലാണ്. അവർ പിന്നെന്തിനാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്? അവർക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ എന്ന് സുനിമോൾ ചോദിക്കുന്നു. എങ്ങനെയും റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ന്യൂസ് 18 എന്ന് ഡ്രീം ലൈൻ മൂവീസ് കുറേ നേരമായിട്ട് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇവിടെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഡ്രീം ലൈൻ മൂവീസിൻ്റെ വ്യാജ പേരിൽ അറിയുന്ന ഏതോ ഒരാൾ സ്വന്തം പേര് പുറത്തു പറയാൻ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഈ ബാത്റൂം സാഹിത്യമൊക്കെ എഴുതുന്ന ആളുകളെ പോലെ വ്യാജ പേരുകളിലൊക്കെ എഴുതുകയോ ചെയ്യുന്ന ഈ ഡ്രീം ലൈൻ മൂവീസ് താങ്കളുടെ ഒരു കമൻറ്റും ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല. താങ്കൾ മോശപ്പെട്ട വല്ല തെറിയൊക്കെ സ്ഥിരമായി എഴുതുന്നവരുടെ കമൻറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അത് ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ സിറ്റിസൺ, അത് മോശപ്പെട്ട രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. മറ്റൊന്ന് മറ്റേ മോശപ്പെട്ട രീതിയിലാണ് ജയകുമാറെ നിനക്ക് എന്തിൻ്റെ ഷാജി ഭാസ്കരൻ കുറേ കൂടെ ഒക്കെ മര്യാദയ്ക്ക് താങ്കൾ കമൻറ്റുകൾ ഇടാൻ പഠിക്കൂ ശ്രീ ഷാജി ഭാസ്കരൻ. ആരായാലും ഇനി താങ്കളെ അതിനു മുമ്പ് ജയകുമാറോ അങ്ങനെയൊക്കെ പറയുന്ന ആളൊക്കെയാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കമൻറ്റുകളും ഒന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഷാജിയെ ജയകുമാറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജയകുമാർ ഒട്ടും മോശമല്ല. അതുകൊണ്ട് ഷാജി ഭാസ്കരൻ അതേ നാണയത്തിൽ തന്നെ ഒരാൾ തെറി പറഞ്ഞാൽ അതേ തെറിയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും തെറി പറഞ്ഞാൽ രണ്ടുപേരും മോശമാണെന്ന് എനിക്ക് പറയാൻ തൽക്കാലം നിർവാഹമുള്ളൂ. രാഹുലിനെ അനുകൂലിക്കുന്നവർക്ക് അമ്മയും പെങ്ങന്മാരും ഇല്ലേ എന്ന് അക്ഷയ VK ചോദിക്കുന്നു. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല ശ്രീ അക്ഷയ VK. ഓരോരുത്തർക്കും ഓരോ ന്യായങ്ങളുണ്ട്, ഒരാളെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ഒക്കെ. അതുകൊണ്ട് അവർക്ക് അമ്മയും പെങ്ങളും ഉള്ളവരെല്ലാവരും രാഹുലിനെ എതിർക്കണം, അല്ലെങ്കിൽ അമ്മയും പെങ്ങളും ഇല്ലാത്തവരാണ് രാഹുലിനെ അനുകൂലിക്കുന്നത്, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല അക്ഷയ VK. ഓരോരുത്തരുടെ അവരുടേതായ ബോധ്യങ്ങൾ കാണും, തെറ്റുകാരനാണെന്നും തെറ്റുകാരനല്ല എന്നൊക്കെ. അത് നമുക്ക് അവരുടെ വീട്ടിലിരിക്കുന്ന ആളുകളെ പറഞ്ഞുകൊണ്ടല്ല. അത് തന്നെ രാഹുൽ ഈ അക്ഷയ VK ആവർത്തിച്ച് ഒരേ സാധനം തന്നെ തിരിച്ചും മറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെയാണ് ചിലതൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ ദയവേത് പ്രഷർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാളൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അച്ഛനോ അമ്മയോ പെങ്ങളോ സഹോദരിയോ ഭാര്യയോ മക്കളോ ഒന്നും അവരാരും ഇതിന് പ്രതികളല്ല. ഒരാൾ പ്രതിയാണെങ്കിൽ അയാൾ പറയുന്നതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും അയാൾക്കാണ്. അത് കൃത്യമായി മനസ്സിലാക്കണം. വാൽമീകി രാമായണം എഴുതിയ കാലം മുതൽ എങ്ങനെയാണ് ആ കഥ അറിയാവുന്നവരായിരിക്കും മലയാളികളിൽ മഹാഭൂരിപക്ഷവും. ഒരാൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്തം അയാൾക്കാണ്. ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ വീട്ടിലിരിക്കുന്ന ആളുകളെ പറയുക എന്ന് പറഞ്ഞാൽ അയാളെക്കാൾ മോശപ്പെട്ട ആൾക്കാരാണ് ഇങ്ങനെ പറയുന്നവർ എന്ന് മാത്രമേ തൽക്കാലം ഇവരെക്കുറിച്ച് പറയാനുള്ളൂ. എന്തായാലും
നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഇടവേള. ന്യൂസ് 18 പൊതുവേദിയിൽ ചർച്ച തുടരുകയാണ്. പാലക്കാട്ടെ MLA സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കുന്നു. കോൺഗ്രസ്സിന് സ്ഥാനങ്ങൾ വഹിക്കാൻ മോശക്കാരനാണ്, പക്ഷേ പാലക്കാട്ടെ MLA സ്ഥാനം വഹിക്കാൻ മോശക്കാരനല്ല എന്ന് പറയുന്ന ന്യായം എന്ത് എന്നുള്ള ചർച്ചയാണ്. മനോജാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ മനോജ്, താങ്കൾക്ക് പറയാം. ശ്രീ മനോജ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. മനോജിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി ഈ സമയം കൊണ്ട് വായിക്കേണ്ടതുണ്ട്. ഷാജി ഭാസ്കരൻ പറയുന്നത് ഒരുപാട് ക്ഷമിച്ച് ഒടുവിൽ അതേപോലെ മറുപടി പറയേണ്ടി വന്നു എന്ന് പറഞ്ഞു. ശ്രീ ഷാജി ഭാസ്കരൻ, താങ്കളെ മോശപ്പെട്ട രീതിയിൽ ജയകുമാർ സംസാരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ആദ്യം താഴേന്ന് കമൻറ്റിങ്ങിന് എടുത്ത കൂട്ടത്തിലെല്ലാം കൃത്യ ഓർഡറിലൊന്നും അല്ല വായിച്ചു വരുന്നത്. ആദ്യം കണ്ട കമൻറ്റ് വായിച്ചു വന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ താങ്കളോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചാലും അത്രക്കാരെയൊക്കെ നമ്മളെ വഴിയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ തെറി വിളിച്ചാൽ അയാളോട് തിരിച്ച് തെറി വിളിക്കണം എന്നൊന്നുമില്ലല്ലോ. നമുക്ക് മിണ്ടാതെ പോകാം, അയാളെ മാന്യമായി തന്നെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യാം. നിരപരാധിയെങ്കിൽ എന്തുകൊണ്ട് മാനനഷ്ട കേസ് രാഹുൽ കൊടുക്കുന്നില്ല എന്ന് ശ്രീന വിവേക് ഒരു ഗൗരവമുള്ള ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. കിരൺ, യു ഷുഡ് ഹാവ് ബീൻ എ ഗുഡ് ലോയർ, യു കുഡ് ബി എ ഹീറോ ഇൻ ദി കോർട്ട്, ആർ യു ആൻ LLB ഡിഗ്രി ഹോൾഡർ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല ശ്രീ ഷിജു കിരിയത്ത്. കിരൺ, ടുഡേ യു ആർ ഷൈനിങ് വിത്ത് യുവർ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നു ഫിലിപ്പ് ചെറിയാൻ പറയുന്നു. ഓരോരുത്തർക്കും നല്ലതാണെന്ന് പറയാനും മോശമാണെന്ന് പറയാനും ശരാശരിയാണെന്ന് പറയാനും എല്ലാം ഓരോരുത്തരുടെ വിലയിരുത്തലാണ്. അതിനെല്ലാമുള്ള അവകാശങ്ങൾ പൂർണ്ണമായിട്ടുമുണ്ട്. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ മൈക്കിൾ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. എനിക്ക് എൻ്റെ കാഴ്ചപ്പാടില് നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പാടില്ലായിരുന്നു. പിന്നെ പാർട്ടി കോൺഗ്രസ് പാർട്ടി മറ്റേ അവരെ സസ്പെൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ രണ്ട് കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുമില്ല അവര്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പാലക്കാട് അത് ജനപ്രതിനിധിയാണ്, പാലക്കാട്ടിലെ ജനപ്രതിനിധി, അല്ല കോൺഗ്രസ് പാർട്ടിയുടെ ആളല്ല. അവിടെ ജനപ്രതിനിധി എന്ന നിലയ്ക്കാണ് ജയിച്ചത്. പാലക്കാട്ടിലെ MLA സ്ഥാനം രാജിവെക്കണം. അന്തസ്സുള്ള ഒരു നേതാവാണെങ്കിൽ അത് രാജിവെക്കണം. പാർട്ടിക്കകത്ത് ഏത് സ്ഥാനം രാജിവെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ, ഒരു ജനപ്രതിനിധിക്ക് ജനങ്ങൾക്ക് അതാകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. അത് എന്തും ആയിക്കോട്ടെ, ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പുള്ളി രാജിവെക്കണം. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് വീണ്ടും ജയകുമാറൊക്കെ എല്ലാവർക്കും മറുപടി കൊടുക്കാൻ ന്യൂസ് 18 ചാനലാണോ എന്നൊക്കെ തിരിച്ച് ചോദിച്ചിരിക്കുന്നു. ശ്രീ ജയകുമാർ, താങ്കൾ കുറെ കൂടി മാന്യതയും മര്യാദയും അന്തസ്സും ഒക്കെ പാലിക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ്. അതൊക്കെ താങ്കളുടെ ഇഷ്ടമാണ്. താങ്കൾ അത് പാലിക്കുകയോ പാലിക്കുന്നില്ലയോ എന്നുള്ളതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിത്വം ഈ വാക്കുകളിൽ നിന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നതുകൂടി താങ്കൾ തിരിച്ചറിയുക. എന്തായാലും ഈ വിഷയത്തിൽ ഭൂരിപക്ഷം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ്. അങ്ങനെയല്ല, CPMകാർ അങ്ങനെയൊക്കെയുള്ള സ്ഥാനം വന്നപ്പോൾ അത്തരമൊന്നും ചെയ്തിട്ടില്ലല്ലോ, BJPക്കാർ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചവരുണ്ട്. രാഹുൽ തെറ്റുകാരനെ അല്ല, രാഹുലിനെതിരെ വന്ന ആരോപണങ്ങളെല്ലാം വ്യാജ ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞവരും മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞവരും വല്ലാതെ ക്ഷോഭിച്ചും ഒക്കെ ഞങ്ങളോട് സംസാരിച്ചവരും ഒക്കെ ഉണ്ട്. അതിനെല്ലാമുള്ള അവകാശവും അധികാരവും എല്ലാം ഓരോരുത്തർക്കുമുണ്ട്. ഓരോരുത്തരുടെയും മാനവനില ഓരോ തരത്തിലാണ്. ഓരോരുത്തരും ഓരോ വിഷയത്തെ സമീപിക്കുന്നതും വ്യത്യസ്ത രീതിയിലാണ്. രാഹുൽ പൂർണ്ണമായും തെറ്റുകാരനാണെന്നും കുറ്റക്കാരനാണെന്നും വാദിക്കുന്നവരും അങ്ങനെയല്ല, വിശുദ്ധരാണെന്ന് വാദിക്കുന്നവരും ഒക്കെ ഉണ്ട്. എന്തായാലും അതെല്ലാം ഈ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഒരു ധാർമ്മികത എന്നുള്ളതുണ്ട്. തെറ്റുകാരനാണോ ഇല്ലയോ എന്നുള്ള വിഷയം. ഒരു പാർട്ടി ഒരാളെ തങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് തീരുമാനിക്കുന്നു. എന്തിന് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു അംഗമായിരിക്കാൻ പോലും യോഗ്യനല്ല എന്ന് ആ പാർട്ടി തീരുമാനിക്കുമ്പോൾ ആ പാർട്ടിയുടെ പേരിൽ ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ഒരു സ്ഥലത്ത് ജനപ്രതിനിധി ഒരാൾ അവിടെ ജനപ്രതിനിധിയായി തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു അധാർമികതയുണ്ട് എന്നുള്ള വിഷയമാണ് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും അത് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാതെ അത് തള്ളിക്കളഞ്ഞവരുമായ പ്രേക്ഷകരുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.